കോട്ടയം അതിരൂപതയെ ഒരു ചരടിൽ കോർത്തിണക്കുന്ന ജിഹ്വ അപ്നാദേശ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ദേശീയ വികാരം കത്തിജ്വലിച്ചു നിന്ന 950 കാലത്തായിരുന്നു അപ്നാദേശിന്റെ തുടക്കം. എന്നാൽ അപ്നാദേശിന്റെ പൂർവ്വരൂപത്തിന് 1950 മുമ്പ് 3 പതിറ്റാണ്ടുകളുടെ കൂടെ പഴക്കം പറയുവാനുണ്ട്. ദേശീയ വികാരം മുറ്റിനിന്ന 1950 കാലഘട്ടത്തിലാണ് അപ്നാദേശ് എന്ന പത്രം നമ്മുടെ അതിരൂപതയിൽ ആരംഭിച്ചത്. അഭിമന്യ തറയിൽ തോമസ് പിതാവ്. എന്നാൽ അപ്നാദേശിൻ്റെ പൂർവ്വരൂപമായ കോട്ടയം മാസിക അതിന് 3 ദശാബ്ദങ്ങൾക്ക് മുൻപ് 1920 ബഹുമാനപ്പെട്ട ജോസഫ് ചക്കക്കളച്ചൻ്റെ നേതൃത്വത്തിൽ കോട്ടയം മാസിക എന്ന പേരിൽ ഒരു പത്രം പുറത്തിറങ്ങുകയുണ്ടായി. അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ കാലഘട്ടത്തിൽ. വീണ്ടും 1922 അതിനെ ഒരു സമ്പൂർണ്ണ വാർത്താ പത്രികയായി മാറ്റി, പേരും മാറ്റി. കോട്ടയം മാസിക എന്നുള്ളത് കോട്ടയം പത്രിക എന്ന പേര് സ്വീകരിച്ചു. 6 പേജുകളോടുകൂടി എല്ലാ ബുധനാഴ്ചയും ഈ പത്രം കോട്ടയത്ത് നിന്ന് ഇറങ്ങിയിരുന്നു. വീണ്ടും 1927 ആയപ്പോഴേക്കും ആഴ്ചയിൽ 2 ദിവസം എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും 4 പേജോടുകൂടി ഈ പത്രം പുറത്തിറങ്ങിയിരുന്നു. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വിഷയങ്ങളും സഭാപരമായ വാർത്തകളുമൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്തിരുന്ന ഈ പത്രം ആ കാലഘട്ടത്തിൽ മലയാളത്തിൽ നല്ല നിലവാരം പുലർത്തിയിരുന്ന ഒരു പത്രമെന്ന ഖ്യാതി നേടിയിരുന്നു. ഇന്നത്തെ വർത്തമാന ദിനപത്രത്തിൻ്റെ വലിപ്പത്തിൽ 6 പേജുകളോടുകൂടി എല്ലാ ബുധനാഴ്ചയും ഇത് പുറത്തിറങ്ങി. വിദേശ സ്വദേശ വാർത്തകൾ, ഇന്നത്തെ തപാൽ, വർത്തമാനക്കത്ത്, ചതുരംഗം, ലേഖനങ്ങൾ, കഥ, കവിത തുടങ്ങിയ വിഭവങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ശ്രീ ജോസഫ് മാളിയേക്കൽ പത്രാധിപരായിരുന്ന കാലത്ത് കോട്ടയം പത്രിക കേരളത്തിലെ പത്രങ്ങളിൽ പ്രമുഖ സ്ഥാനം നേടി. 1927 ജനുവരി 29 മുതൽ 4 പേജോടെ എല്ലാ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും പത്രിക വായനക്കാരെ തേടിച്ചെന്നു. രാജവാഴ്ചയ്ക്കും ജനദ്രോഹിയായ ദിവാനുമെതിരെ പത്രിക ശക്തിയോടെ ഗർജിച്ചിരുന്നു. 1935 സെപ്റ്റംബർ 18 മതം മാറുന്നതിൽ ആക്ഷേപം എന്ന ഒരു വാർത്ത കോട്ടയം പത്രികയിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ഭരണകർത്താക്കൾക്ക് ഈ പത്രത്തോട് അമർഷം തോന്നുകയും പത്രത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ 1937 വരെ കോട്ടയം കാത്തോലിക്ക മിഷൻ പ്രസിൽ അടിച്ചിരുന്ന ചേരമർ ദൂതൻ എന്ന പത്രത്തിലൂടെ കോട്ടയം പത്രിക നമ്മൾ അതിലെ വിഭവങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. മാറ്റത്തിൻ്റെ ചിറകടി ഏറെയുണ്ടായ ദശകമാണ് പിന്നീട് കടന്നു വന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിലേക്ക് ഭാരതം കടന്നു. അക്കാലത്ത് പത്രങ്ങൾ നിരവധിയുണ്ടായിരുന്നെങ്കിലും ജനാധിപത്യ ആദർശങ്ങളും അന്നത്തെ രാഷ്ട്രീയ നിലയും തമ്മിലുള്ള അന്തരം ജനങ്ങളെ ഖിന്നരാക്കിയിരുന്നു. പൗരബോധം ഉണർത്തുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് മാർ തോമസ് തറയിലിൻ്റെ താൽപ്പര്യപ്രകാരമാണ് ഇപ്പോഴത്തെ രൂപത്തിലുള്ള അപ്നാദേശ് സമാരംഭിച്ചത്. 1950 നവംബർ 1 പുതിയ വാരികയുടെ തുടക്കം. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്താകെ ആഞ്ഞുവീശിയ ദേശീയ വികാരം ഉൾക്കൊണ്ടാണ് അന്നത്തെ സാരഥികൾ ഈ പത്രത്തെ അപ്നാദേശ് എന്ന് നാമകരണം ചെയ്തത്.
ഇതിനെക്കുറിച്ച് തറയിൽ പിതാവ് 22/11/1950 റോമിൽ നിന്നയച്ച കത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധ ജനനിയുടെ സ്വർഗാരോപണ വിശ്വാസ സത്യപ്രഖ്യാപന ദിനമായ നവംബർ 1-ാം തീയതി ദൈവമാതാവിന് ഒരു വിനീത തിരുമുൽക്കാഴ്ചയെന്നോണം പ്രസിദ്ധം ചെയ്ത അപ്നാദേശിൻ്റെ ആദ്യ ലക്കം കൈപ്പറ്റുന്നതിനിടയായതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. 1947 ആഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗാരോപണ ദിവസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ സ്ഥാപിതമായ ജനകീയ ഗവൺമെൻറ്റിൻ്റെ ഉന്നതാദർശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും രാഷ്ട്രീയവും സാമൂഹ്യവുമായ തത്വങ്ങൾ പൊതുജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതിനുമായി ഉടലെടുത്തിട്ടുള്ള ഈ പ്രസിദ്ധീകരണത്തിന് സകല വിജയങ്ങളും ആശംസിച്ചുകൊള്ളുന്നു. ഭീരുത്വത്തിനും സേവയ്ക്കും വീരാരാധനയ്ക്കും പക്ഷപാതത്തിനും സ്ഥാനം കൊടുക്കാതെ ഒരു മാധ്യമമായി അപ്നാദേശ് വളർന്നു. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന ആദർശ മുദ്രാവാക്യം തന്നെ പത്രത്തിൻ്റെ വിശാല മനോഭാവം വ്യക്തമാക്കുന്നു. സാമൂഹ്യ വ്യവസ്ഥയെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ മുഖം നോക്കാതെ അപ്നാദേശ് തൂലിക ചലിപ്പിച്ചു. പനമ്പിള്ളിയുടെ തെറ്റായ വിദ്യാഭ്യാസ നയവും സ്വകാര്യ കോളേജ് മാനേജ്മെൻറ്റുകൾക്ക് മൂക്കുകയറിടാനുള്ള ശ്രമവും ശക്തമായി എതിർക്കാൻ അപ്നാദേശ് മുൻനിരയിലുണ്ടായിരുന്നു. മദ്യം, മയക്കുമരുന്ന്, ബന്ദ്, രാഷ്ട്രീയ കൊലപാതകം, ആഡംബരം, ധൂർത്ത്, പുകവലി, വർഗീയ തിന്മകൾ എന്നിവയ്ക്കെതിരെ ഈ ജിഹ്വ എന്നും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ദിനപത്രങ്ങൾ വ്യാപകമായതോടെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളെ അവഗണിക്കാതെ തന്നെ സാമുദായിക വാർത്തകൾക്ക് പ്രാമുഖ്യം നൽകി പ്രസിദ്ധീകരണ രംഗത്ത് അപ്നാദേശ് ചുവടുറപ്പിച്ചു. ഫാദർ ജോസ് ചാഴികാട്ട്, ഫാദർ മാത്യു മണക്കാട്ട്, ഫാദർ തോമസ് ആദോപ്പിള്ളി, ഫാദർ ഫിലിപ്പ് പന്നിവേലിൽ, ഫാദർ ജോസ് പൂത്തൃക്കയിൽ, ഫാദർ മാത്യു കുഴിപ്പള്ളിൽ, ഫാദർ ലൂക്ക് പൂത്തൃക്കയിൽ, ഫാദർ എബ്രഹാം പറമ്പേട്ട്, ഫാദർ സജി കൊച്ചുപറമ്പിൽ എന്നിവർ വിവിധ കാലങ്ങളിൽ ചീഫ് എഡിറ്റർമാരായി പ്രവർത്തിച്ചു. 2016 മെയ് 16 മുതൽ റവറൻഡ് ഡോക്ടർ മാത്യു കുരിയത്തറയാണ് ചീഫ് എഡിറ്റർ. 1974 ദ്വൈവാരികയായി രൂപാന്തരപ്പെട്ട അപ്നാദേശ് 1980 ഓട്ടോമാറ്റിക് സിലിണ്ടർ പ്രസ്സും 1999 ഓഫ്സെറ്റ് സംവിധാനവും സ്വായത്തമാക്കി. കമ്പ്യൂട്ടർ പേജിനേഷനും മൾട്ടി കളറും അപ്നാദേശിൻ്റെ മുഖഛായ മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. ടാബ്ലോയിഡ് സൈസിൽ 24 മുതൽ 32 വരെ പേജുള്ള അപ്നാദേശ് ഒന്നിടവിട്ട ഞായറാഴ്ചകളിൽ പുറത്തുവരുന്നു. 5 ഭൂഖണ്ഡങ്ങളിലേക്കും തപാലിൽ എത്തുന്ന കത്തോലിക്ക പ്രസിദ്ധീകരണമെന്ന ഖ്യാതി അപ്നാദേശിന് സ്വന്തം. കോട്ടയം അതിരൂപതയുടെ ഓരോ ഉൾത്തുടുപ്പുകളും ഇതിൽ പ്രതിഫലിക്കുന്നു. അതുകൊണ്ടുതന്നെ അപ്നാദേശ് ഇല്ലാത്ത ജ്ഞാനായ കുടുംബങ്ങൾ വിരളമാണ്. സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ തൂലിക അപ്നാദേശിൻ്റെ താളുകളെ സമ്പന്നമാക്കുന്നു. മാധ്യമരംഗത്തെ അപ്നാദേശിൻ്റെ പുതിയ കാൽവെപ്പായിരുന്നു 2009 ആരംഭിച്ച അപ്നാദേശ് ഓൺലൈൻ പത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറിപ്പാർക്കുന്ന ജ്ഞാനായ മക്കളെ സാഹോദര്യത്തിൻ്റെയും സമുദായ ബോധത്തിൻ്റെയും സ്നേഹച്ചരടിൽ കോർത്തിണക്കാൻ ഓൺലൈൻ പത്രം ഏറെ സഹായിക്കുന്നു. വായനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അപ്നാദേശ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി റവറൻഡ് ഡോക്ടർ മാത്യു കുരിയത്തറ ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ 2021 ജനുവരി 3 അപ്നാദേശ് ഇ പേപ്പറും 2017 ജനുവരി മുതൽ അപ്നാദേശിൻ്റെ ഇംഗ്ലീഷ് എഡിഷനും തുടങ്ങുകയുണ്ടായി. www.apnadesh.in 60-ലേറെ രാജ്യങ്ങളിൽ വായനക്കാരുണ്ടെന്നുള്ളത് ഹിന്ദുവിൽ പോയാലും ബന്ധങ്ങൾ വേർപെടാതോക്കുന്ന ജ്ഞാനായക്കാരുടെ ഇഴമുറിയാത്ത ഹൃദയബന്ധത്തെയാണ് വിളിച്ചോതുന്നത്. ജ്ഞാനായ സമുദായത്തിൻ്റെ പത്രമുത്തശ്ശി 75ാമത്തെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഹൃദയത്തിൽ സഭയെയും രക്തത്തിൽ സമുദായത്തെയും സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ച പാഠങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനം ഏകട്ടെ. നാളിതുവരെയായി ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ
പരമകാരുണികനായ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഈ പ്രസ്ഥാനത്തിന് ധീരമായ നേതൃത്വവും പിന്തുണയും നൽകിയ കാലാകാലങ്ങളിലെ അഭിമന്യ പിതാക്കന്മാർക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ അതിരൂപതയെ നയിക്കുന്ന മാർ മാത്യു മുലക്കാട്ട് പിതാവിനും, ജ്യോതി കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട വികാരി ജനറൽ മൈക്കിൾ വെട്ടിക്കാട്ടച്ചനും, അപ്പനാദേശിൻ്റെ പബ്ലിഷറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സജീവ് കൊച്ചുപറമ്പിലച്ചൻ, നേരത്തെ പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട വികാരി ജനറൽ മൈക്കിൾ വെട്ടിക്കാട്ടച്ചനും, അപ്പനാദേശിൻ്റെ പബ്ലിഷറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സജീവ് കൊച്ചുപറമ്പിലച്ചൻ, നേരത്തെ അപ്പനാദേശിൻ്റെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ച ആളാണ്. ഇപ്പോഴും അപ്പനാദേശിൻ്റെ പ്രിൻ്റർ ആൻഡ് പബ്ലിഷർ അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. മറ്റ് രൂപതാധികാരികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഒപ്പം അപ്പനാദേശിൻ്റെ മാന്യ വായനക്കാർ, വരിക്കാർ, പരസ്യക്കാർ, അപ്പനാദേശ് കൃത്യസമയത്ത് പുറത്തിറക്കുവാൻ സഹായിക്കുന്ന ഞങ്ങളുടെ ജോലിക്കാർ, എല്ലാവരെയും ഏറെ ഹൃദയത്തിൽ സ്നേഹത്തോടെ നന്ദിയോടെ ഓർത്തുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ഞങ്ങളുടെ ശബ്ദമായതിന്, നന്ദി ഞങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതിന്, നന്ദി ഞങ്ങളെ ഞങ്ങളാക്കിയതിന്. കൂട്ടിയിണക്കുന്നതിൽ കഴിഞ്ഞ 75 വർഷം പ്രതിബദ്ധതയോടെ അപ്പനാദേശ് വഹിച്ചിട്ടുള്ള വലിയ പങ്ക് നമ്മുടെ സമുദായ വളർച്ചയിൽ നിർണായകമാണ്. പിറവി മുതൽ നാളിതുവരെ അപ്പനാദേശിന്റെ വളർച്ചയിൽ വഴിവിളക്കുകളായി നിന്ന അഭിവന്ദ്യ പിതാക്കന്മാരെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും പത്രത്തിന്റെ വിവിധ നിലകളിൽ പ്രവർത്തിച്ചവരെയും സഹകാരികളായിരുന്നവരെയും ഈ ജൂബിലി നിറവിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഒരു വർഷം നീളുന്ന അപ്പനാദേശിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഈ സമ്മേളനവും ഇതോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദൈവാനുഗ്രഹപ്രദമാകുവാൻ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം, ശിരസ് നമിക്കാം. മത്തോമൻ നന്മയാലുന്നു തുടങ്ങുന്നു, നന്നായി വരണമേ ഇന്ന്. ഉത്തമനായ മിശിഹ തിരുവുള്ളം ഉണ്മയെഴുന്നൾക വീണം. കന്ദീശനായ നിഴുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തലകമേ. കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആലഹനായനും മൻപൻ മിശിഹായും കൂടെ തുണയ്ക്കായിവർക്ക്. കെട്ടിലും മട്ടിലും അപ്പനാദേശിനെ പുതുക്കുന്നതിൽ ബദ്ധശ്രദ്ധനാണ് നമ്മുടെ ദൈവവാരികയുടെ ചീഫ് എഡിറ്റർ, എഴുത്തുകാരനും പ്രഭാഷകനുമായ ബഹുമാനപ്പെട്ട ഫാദർ മാത്യു കുരിയത്തറ. ജൂബിലി ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അച്ഛനെ സ്വാഗത പ്രസംഗത്തിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പോലിത്തയും അപ്പനാദേശ് കുടുംബത്തിൻ്റെ രക്ഷാധികാരിയുമായ മാർ മാത്യു മുലക്കാട്ട് പിതാവ്, ഇന്ന് ലോഗോ പ്രകാശനം ചെയ്യുന്ന കോട്ടയം അതിരൂപതയുടെ സഹായമെത്രാൻ
ഗീവർഗീസ് മാർ അപ്രേം പിതാവേ, ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ദീപനാളം പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ സ്നേഹബഹുമാനപ്പെട്ട കുര്യൻ തടത്തിലച്ച, ആശംസകൾ അർപ്പിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന KCCയുടെ പ്രസിഡന്റ് ശ്രീ ബാബു പറമ്പടത്തുമലയിൽ സാറ്, KCYLൻ്റെ അതിരൂപത പ്രസിഡന്റ് ശ്രീ ജോണിസ് പി സ്റ്റീഫൻ, ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുന്ന ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ സാറ്, ആശംസ അർപ്പിക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒപ്പം നമ്മുടെ മുൻ MLAയും MP-യുമായ ശ്രീ തോമസ് ശാരികാടൻ, ഈ ആഘോഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, മുൻ ചീഫ് എഡിറ്റർമാർ, എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ, സഹകാരികൾ, സ്നേഹിതർ, എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുവാനാണ് ഞാനിവിടെ ആയിരിക്കുക. നാം കണ്ടതുപോലെ സ്വാതന്ത്ര്യം, സത്യം, സമത്വം, നീതി എന്നീ മൂല്യങ്ങളിലൊക്കെ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 75 വർഷങ്ങളായി അപ്പനാദേശ് പ്രവർത്തിച്ച് വരികയാണ്. അപ്പനാദേശിൻ്റെ പൂർവ്വരൂപമായ കോട്ടയം മാസികയ്ക്ക് അതിനു മുൻപ് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് എന്ന് നാം കണ്ട വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. എങ്കിലും അപ്പനാദേശ് എന്ന പേര് സ്വീകരിച്ച് നിരന്തരമായിട്ട് ഇടവേള കൂടാതെ കഴിഞ്ഞ 75 വർഷങ്ങളായി ഈ പത്രം സഭയെയും ജ്ഞാനായ സമുദായത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മുറുകെ പിടിക്കുന്ന പ്രതിജ്ഞാബദ്ധതയുടെ തെളിവായി തന്നെയാണ് ഞങ്ങളുടെ ഈ പത്രത്തിൻ്റെ പൂർവ്വരൂപത്തെ സർ CP രാമസ്വാമി അയ്യർ അതിൻ്റെ ലൈസൻസ് റദ്ദാക്കിയത് എന്ന കാര്യം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്. കാരണം ഞങ്ങൾ നിർവഹിക്കേണ്ട പത്രധർമ്മത്തിൽ വെള്ളം ചേർക്കാതിരുന്നതുകൊണ്ടും കുറവ് വരുത്താതിരുന്നതുകൊണ്ടും പക്ഷപാതിത്വം കാണിക്കാതിരുന്നതുകൊണ്ടും ഭീരുത്വം ഏശാതെ പോയതുകൊണ്ടുമാണ് ഞങ്ങളുടെ ഈ പത്രത്തെ അതിൻ്റെ ലൈസൻസ് റദ്ദാക്കിയത് എന്നതിനെ ഓർക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അഭിമാനം പകരുന്ന വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിയുന്ന മാർ മാത്യു മൂലക്കാട്ട് പിതാവ് അപ്പനാദേശ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രചോദനവും ശക്തി കേന്ദ്രവുമാണ്. അപ്പനാദേശ് കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ജ്യോതി കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അപ്പനാദേശ് കാത്തലിക് മിഷൻ പ്രസ്, ജ്യോതി ബുക്ക് ഹൗസ് എന്നീ 3 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് സാങ്കേതികമായിട്ട് ഈ 3 സ്ഥാപനങ്ങളും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും തുടക്കത്തിൽ ഈ 3 സ്ഥാപനങ്ങളും ജ്യോതി കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് അഭിമന്യ പിതാവാണ്. ഇന്ന് അപ്പനാദേശ് കോട്ടയം ടൗണിൽ മനോഹരമായ ഒരു കെട്ടിടത്തിൽ അനുബന്ധമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയൊരു സമുച്ചയം, ഒരു കെട്ടിട സമുച്ചയം അപ്പനാദേശിനായി
നിർമ്മിച്ച് നൽകിയതിൽ അഭിമന്യ പിതാവിൻ്റെ സംഭാവന നിസ്തുലമാണ്. പത്രത്തിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ വർദ്ധിക്കണമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ പ്രിൻറ്റിങ്ങിന് നല്ല ക്ലാരിറ്റി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ സ്വന്തം നിലയിൽ അഭിമന്യ പിതാവിൻ്റെ നിർദ്ദേശാനുസരണം മൾട്ടി കളർ ജാപ്പനീസ് കോമോറി പ്രിന്റിംഗ് പ്രസ് വാങ്ങിയത്. ഒപ്പം വീണ്ടും നമ്മൾ അപ്പനാദേശിൻ്റെ ഈ പേപ്പറും ഇംഗ്ലീഷ് എഡിഷനുമൊക്കെ തുടങ്ങിയതിൻ്റെ കാരണവും ശക്തികേന്ദ്രവും പിന്തുണയും അഭിമന്യ പിതാവിൻ്റെ നിർദ്ദേശമായിരുന്നു എന്നത് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പനാദേശിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും നിർണായകമായ സ്ഥാനം അലങ്കരിക്കുന്ന ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശവും പിന്തുണയും പ്രോത്സാഹനവും ഇടയ്ക്കൊക്കെ ആവശ്യമായ തിരുത്തലുകൾ നൽകുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ അഭിമന്യ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ അപ്പനാദേശിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുന്നത് കോട്ടയം അതിരൂപതയുടെ സഹായമെത്രാനും മലങ്കര റീജിയൻ്റെ ഉത്തരവാദിത്വം പ്രത്യേകമായി നിറവേറ്റുന്നവനുമായ നമ്മുടെ അഭിമന്യ കൊച്ചുപിതാവ് ഗീവർഗീസ് മാർ അപ്രേം പിതാവാണ്. നമുക്കറിയാം, അപ്രേം പിതാവ് നല്ല ഒരു ചിത്രകാരൻ കൂടി ആയതുകൊണ്ട് അപ്പനാദേശിൻ്റെ ലോഗോയൊക്കെ ക്രമീകരിക്കുന്നതിൽ പിതാവിൻ്റെ സഹായം ഞങ്ങളെ തേടിയിരുന്നു. പിതാവ് അതൊക്കെ ഞങ്ങൾക്ക് കുറവ് കൂടാതെ ചെയ്തു തന്നു. പിതാവിനെ പ്രത്യേകമായിട്ട് ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പാലാ രൂപതയിൽ നിന്നിറങ്ങുന്ന ദീപനാളം പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായ ബഹുമാനപ്പെട്ട കുര്യൻ തടത്തിലച്ചനാണ്. കുര്യൻ തടത്തിലച്ചൻ ഇന്ന് രാവിലെ ഒരു ഓർഡിനേഷൻ അതിൽ പങ്കുചേർന്നതിന് ശേഷമാണ് ഇവിടെ എത്തിയത്. അച്ഛനെ വിളിച്ചപ്പോൾ എനിക്ക് ഓർഡിനേഷൻ ഉണ്ട്, എങ്കിലും വരാൻ ശ്രമിക്കാം എന്ന് പറയുകയും കൃത്യസമയത്ത് തന്നെ അച്ഛൻ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. കത്തോലിക്ക പത്ര പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും സംസാരിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യൻ തടത്തിലച്ചനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വേദിയിൽ ഇനി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ സമുദായ സംഘടനയായ KCCയുടെ അതിരൂപത പ്രസിഡന്റ് ശ്രീ ബാബു പറമ്പടത്തുമല സാറാണ്. സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും അതിനുവേണ്ടി ആവശ്യമായ ഇടപെടലുകൾ നടത്തുവാനും ബദ്ധശ്രദ്ധനായ അദ്ദേഹം അപ്പനാദേശിൻ്റെ നല്ല ഒരു സഹകാരിയാണ്, അഭ്യുദയകാംക്ഷിയാണ്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രസ്ഥാനത്തിന് നമ്മുടെ ഇടവകകളിൽ കൂടുതൽ പ്രചാരം ലഭിക്കുവാൻ സംഘടനയുടെ സമുദായ സംഘടനകളുടെ പിൻബലം ആവശ്യമാണ്. അതൊക്കെ മനസ്സാക്കി പ്രവർത്തിക്കുന്ന ആശംസ പറയുവാൻ എത്തിയിരിക്കുന്ന ബാബു സാറിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും നമുക്കറിയാം, ആശംസ നേരുന്നത് നമ്മുടെ യുവജന സംഘടനയായ KCVLൻ്റെ അതിരൂപത പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫനാണ്. അദ്ദേഹം ഇതിനു മുൻപും KCVLൻ്റെ ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒഴുവൂർ ഗ്രാമപഞ്ചായത്തിലെ ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു മെമ്പറായിട്ട്
പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും സാമൂഹിക, സാമുദായിക, സാംസ്കാരിക മേഖലകളിലെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം KCVL എന്ന് പറയുമ്പോൾ അപ്പനാധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു വിഭാഗമാണ് KCVL. അവിടെ വാർത്തകൾക്ക് ഞങ്ങൾ വളരെ വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. യുവജനങ്ങളെ ഞങ്ങളെപ്പോഴും ഈ പത്രത്തോടൊപ്പം ചേർത്ത് പിടിക്കാറുണ്ട്. അവരും ഞങ്ങളെയും ചേർത്ത് പിടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായ ഈ ജോണീസ് പി സ്റ്റീഫനെ പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി വേദിയിൽ ഇല്ലെങ്കിലും ഇവിടെ വരുമെന്ന് അറിയിച്ചിരിക്കുന്ന, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുന്ന ദേവസ്വം, തുറമുഖ, സഹകരണ, രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസു സാറ്, വിശദമായ സ്വാഗതം അദ്ദേഹം വന്നു കഴിയുമ്പോൾ ആവശ്യമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്, നമ്മുടെ സമുദായ അംഗവും കോട്ടയത്തിൻ്റെ മുൻ MP-യും ഏറ്റുമാനൻ്റെ മുൻ MLA-യുമായ ശ്രീ തോമസ് ചാഴികാടൻ സാറ് മോനിപ്പള്ളി കഴിഞ്ഞിട്ടുണ്ട്, വളരെ ബ്ലോക്കിൽപ്പെട്ടിരിക്കുകയാണ്, എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂർ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ മരിച്ചു പോയതുകൊണ്ട് തൊടുപുഴ വരെ ഒന്ന് പോയതിന് ശേഷം ഇത് തീരുന്നതിന് മുൻപ് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വാസുവൻ സാറ് കോട്ടയത്ത് എത്തി എന്ന വിവരം നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇവരെയെല്ലാം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഒപ്പം ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരും, ബഹുമാനപ്പെട്ട ചീഫ് എഡിറ്റർമാരുണ്ട്, മുൻ ചീഫ് എഡിറ്റർമാർ, ഫൊറോന വികാരിമാരുണ്ട്, അപ്പനാദേശൻ്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളുണ്ട്, അപ്പനാദേശൻ്റെ സഹകാരികളുണ്ട്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്, മറ്റു വൈദികരുണ്ട്. തിരുഹൃദയക്കുന്ന ആശ്രമത്തിൻ്റെ സുപ്പീരിയർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ മുരിയങ്കോട്ട് നിരപ്പലച്ചൻ, അതുപോലെ തന്നെ വിസിറ്റേഷൻ സന്യാസിനി സഭയുടെ വിസിറ്റേഷൻ ജനറൽ സിസ്റ്റർ ഇമ്മാക്കുലേറ്റ്, LDSJG സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റർ റോമൽഡ, കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിസ്റ്റർ നമ്മുടെ സിസ്റ്റർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ LCJC സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിസ്റ്റർ റോസി തുടങ്ങിയ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിട്ടുള്ള മറ്റോരോരോ വ്യക്തികളെയും ഏറെ സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛാ. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിലും കോട്ടയം അതിരൂപതയെ ധീരോദാത്തമായി നയിക്കുന്ന ആത്മീയ ആചാര്യൻ അഭിവന്ധ്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു. ജൂബിലി ലോഗോ പ്രകാശനം ചെയ്യുന്ന അഭിവന്യ ഗീവർഗീസ് മാർ എഫ്രേം പിതാവെ, ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട കുര്യൻ തടത്തിൽ അച്ഛ, അഭിനാദേശിൻ്റെ ചീഫ് എഡിറ്ററായ ബഹുമാനപ്പെട്ട മാത്യു കുര്യത്തർ അച്ഛ, നിവേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബാബു സാറ്, ജോണീസ്, സദസ്യ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാനിങ്ങോട്ട് നോക്കുമ്പോൾ അപ്പനാദേശ് കുടുംബത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യമാണ് എനിക്ക് കാണുവാൻ സാധിക്കുക. അപ്പനാദേശുമായി ഓരോ വിധത്തിൽ ബന്ധപ്പെട്ട ആളുകളാണ് ഈ വേദിയെ, ഈ സദസ്സിനെ ധന്യമാക്കുന്നത്. അത് കാണിക്കുന്നത് അപ്പനാദേശിനോടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഒരു വലിയ സ്നേഹവും പ്രതിബദ്ധതയുമാണ്. ഇവിടെ നമ്മൾ ചരിത്രം കാണുകയുണ്ടായി. വളരെ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചാണ് അപ്പനാദേശ് ഇന്ന് നാം കാണുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ അപ്പനാദേശ് നിർത്തിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അഗ്നി പരീക്ഷണങ്ങൾ അപ്പനാദേശിന് അപൂർവമല്ല. സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, സഭയുടെയും സമുദായത്തിൻ്റെയും മൂല്യങ്ങളെ മുറുകെ പിടിക്കുക, അവയെ ഉച്ചസ്ഥിരം പ്രഘോഷിക്കുക, ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും സങ്കുചിത താല്പര്യങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാകാം.
അത് തന്നെ അപ്പനാദേശിനോട് എതിർപ്പുണ്ടാകാനും കാരണമാകും. പക്ഷേ അങ്ങനെയുള്ള എതിർപ്പുകളിലൊന്നും പതറാതെ ധൈര്യപൂർവ്വം അപ്പനാദേശിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളുടെയും മറ്റനേകം ആളുകളുടെയും വലിയ ഒരു സഹകരണം കൊണ്ടാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മളിപ്പോൾ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനം ചെയ്യുന്ന അവസരമാണ്. അപ്പനാദേശ് ഈ പേര് സ്വീകരിച്ച് രംഗത്തേക്ക് വന്നതിൻ്റെ 74 വർഷം പൂർത്തിയാക്കി 75ലേക്ക് പ്രവേശിക്കുകയാണ്. യുദ്ധാനന്തര കാലഘട്ടത്തിൻ്റെ കെടുതികൾക്കിടയിൽ നിന്നുകൊണ്ട് സ്വതന്ത്ര ഭാരതത്തിൻ്റെ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് അപ്പനാദേശ് എന്ന പേരിൽ ഇപ്രകാരമുള്ള ഒരു പത്രിക ഇവിടെ ആരംഭിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന വലിയ ഉൾക്കാഴ്ചകളെയാണ് നമുക്ക് ഇന്ന് നോക്കിക്കാണുവാനായിട്ട് സാധിക്കുക. എൻ്റെ നാട് എന്നുള്ള ആ ഒരു ആശയത്തിൽ നാം എല്ലാവരും എപ്രകാരം ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണെന്നും ആ പൊതുസമൂഹത്തിൻ്റെയും നാടിൻ്റെയും വളർച്ചയിൽ എപ്രകാരം പങ്കുകാരാകണമെന്നും ആ തലക്കെട്ട് തന്നെ നമ്മോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ഉറച്ച ബോധ്യം അപ്പനാദേശിൻ്റെ ഓരോ ലക്കങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിലും ജ്ഞാനായ സമുദായത്തിൻ്റെ പത്രം എന്നുള്ള നിലയിലും ഈ സമുദായത്തിൻ്റെ മൂല്യങ്ങളെയും അതിൻ്റെ ബോധ്യങ്ങളെയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ എപ്പോഴും ഉത്തേജിപ്പിക്കുവാൻ, പ്രോത്സാഹനം നൽകുവാൻ, വളർത്തുവാനായിട്ട് അപ്പനാദേശ് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വിസ്മരിക്കാനാവുകയില്ല. അതേസമയം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ, ക്രിസ്തീയ സഭയുടെ ആ വിശ്വാസ ബോധ്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ അപ്പനാദേശിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇത് കോട്ടയം രൂപതയുടെ ഒരു ഔദ്യോഗിക ജിഹ്വയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു നിറവും കൂടി ചേർത്ത് നമ്മൾ അപ്പനാദേശിനെ ജനമധ്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ ആദരണീയനായ മന്ത്രി ശ്രീവാസവൻ സാറ് കടന്നു വന്നിട്ടുണ്ട്. സാറിനെ സ്നേഹപൂർവ്വം നമ്മൾ സ്വാഗതം ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അപ്പനാദേശിന് വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നുള്ള ബോധ്യം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ പേര് മുതലേ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ആ ബോധ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇന്നും അപ്പനാദേശ് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഒരു അച്ചടിച്ച മാധ്യമം എന്നുള്ള നിലയിൽ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെയും ആധുനിക ടെക്നോളജിയുടെയും ഒക്കെ കാലഘട്ടത്തിൽ അപ്പനാദേശ് മുന്നോട്ട് പോകുവാനുള്ള കാരണം അതിൻ്റെ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയും ആ മൂല്യങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരവുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പനാദേശിന് ജന്മം നൽകിയ നമ്മുടെ അഭിമന്യ പിതാക്കന്മാരോടൊപ്പം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തങ്ങളെ തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയ ധാരാളം ആളുകളുണ്ട്. എഡിറ്റേഴ്സായിരുന്ന ബഹുമാനപ്പെട്ട വൈദികരുണ്ട്. അതുകൂടാതെ അപ്പനാദേശിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളായ ധാരാളം സഹോദരിമാരും അൽമായ സഹോദരങ്ങളുമുണ്ട്. അവരുടെയൊക്കെ ആ ഒരു സമർപ്പണത്തെ ഈ അവസരത്തിൽ വളരെയേറെ നന്ദിയോടെ ഓർക്കുകയാണ്. ഒരുപക്ഷെ പുതിയ ടെക്നോളജിയൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രിന്റിംഗ് പ്രസിൻ്റെ പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം. ആ സാഹചര്യങ്ങളിൽ ഒന്നും പതറാതെ അപ്പനാദേശിനെ മുടക്കം കൂടാതെ യഥാസമയം വായനക്കാരിൽ എത്തിക്കുവാനുള്ള തീവ്രമായ പരിശ്രമങ്ങൾ അവർ നടത്തിയിരുന്നത് കൊണ്ടാണ് അപ്പനാദേശ് എല്ലാ കാലഘട്ടങ്ങളിലും മുടങ്ങാതെ നമ്മുടെ ആളുകൾക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഇന്ന് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും, അപ്പനാദേശ് എന്ന് പറയുന്നത് ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പത്രമാണ്. അത് കാണാനും വായിക്കാനും ആഗ്രഹിക്കാത്ത ജ്ഞാനായക്കാരുണ്ടാവുകയില്ല. ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമുക്കറിയാം, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ പോയിരിക്കുന്ന പശ്ചാത്തലത്തിലും പോസ്റ്റ് വഴി അപ്പനാദേശ് എത്തുന്നതിനുള്ള താമസം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ആധുനിക മാധ്യമങ്ങളുടെ സൗകര്യം പ്രയോജനപ്പെടുത്തി അപ്പനാദേശിനെ എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം ആളുകൾ ഓൺലൈനിലൊക്കെ അപ്പനാദേശ് വായിക്കുവാനും മനസ്സിലാക്കുവാനും പരിശ്രമിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, മാറി വരുന്ന കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ആധുനിക പരിഷ്കാരങ്ങളും മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് തന്നെ അതേസമയം അപ്പനാദേശിൻ്റെ മൂല്യങ്ങളിലോ അതിൻ്റെ ബോധ്യങ്ങളിലോ മാറ്റം കൂടാതെ, മായം ചേർക്കാതെ മുന്നോട്ട് പോകുവാനായിട്ട് അപ്പനാദേശ് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നിസ്സംശയമായ സംഗതിയാണ്. ബഹുമാനപ്പെട്ട കുരിയത്തറ മാത്യു അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വളരെ ഭംഗിയായിട്ട് അപ്പനാദേശ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ചരിത്രങ്ങളെല്ലാം നമുക്ക് നൽകുന്ന ആ ഒരു ഉൾക്കരുത്ത് വളരെ വലുതാണ്. അത് ഈ ജൂബിലി ആഘോഷത്തിലൂടെ കൂടുതൽ ഉദ്ദീപ്തമാക്കുവാനും
വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആശംസിക്കുവാനുള്ളത്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും അപ്നാദേശിൻ്റെ പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന ശ്രദ്ധയും താല്പര്യവും ഏറെ ശ്ലാഘനീയമാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് സത്യത്തിൻ്റെ സ്വരമായിട്ട്, വിശ്വാസത്തിൻ്റെ പ്രകടനമായിട്ട്, സമുദായത്തിൻ്റെ ജുഹയായിട്ട് അപ്നാദേശിനെ എന്നും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കൂട്ടിച്ചേർന്ന് പരിശ്രമിക്കാം എന്നുള്ള ആശംസയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ രജിസ്ട്രേഷൻ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അവറുകളെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നതിനായി ചീഫ് എഡിറ്റർ കുര്യത്തറി അച്ഛനെ ക്ഷണിക്കുന്നു. ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ മന്ത്രിസഭയിലെ ശ്രദ്ധേയ സാന്നിധ്യമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സഹകരണ, രജിസ്ട്രേഷൻ, ദേവസ്വം, തുറമുഖം എന്നീ വകുപ്പുകളുടെ എല്ലാം മന്ത്രിയായ ശ്രീ VN വാസവൻ സാർ അവർകളാണ്. കേരളത്തെ ബാധിച്ച മഹാപ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ശ്രീ വാസവൻ സാർ കാണിച്ച ധീരമായിട്ടുള്ള നേതൃത്വം മനുഷ്യൻ്റെ വിഷമതകളിലും വേദനകളിലും കഴിയുന്നത്ര ആശ്വാസം പകരുവാനായിട്ട് കൃത്യമായ ആസൂത്രണത്തോടെ, വ്യക്തമായ നേതൃത്വത്തോടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ അദ്ദേഹം കാണിച്ച തീഷ്ണത എല്ലാവരും വിലമതിക്കുന്നതാണ്, ആദരിക്കുന്നതാണ്, അംഗീകരിക്കുന്നതാണ്. കോട്ടയത്തിനും ഏറ്റുമാനൂരിനും ഏറെ പ്രിയങ്കരനായ, ആദരണീയനായ ഈ ജനപ്രതിനിധി ഏത് കാര്യത്തെക്കുറിച്ചും വ്യക്തമായി പഠിച്ച് കൃത്യമായി ഉത്തരം നൽകുന്ന, അതിന് സാധിക്കുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ജനങ്ങളെ എല്ലാ വിധത്തിലും സാധിക്കുന്ന വിധത്തിൽ സേവിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ഈ ജനപ്രതിനിധി ശ്രീ VN വാസവൻ സാറ് ഈ ഉദ്ഘാടന ചടങ്ങിൽ വരുന്നത് നമ്മുടെയൊക്കെ ഏറെ സന്തോഷത്തിന് കാരണമാണ്. അപ്നാദേശിൻ്റെ പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്ന ഈ സാറിനെ ഏറെ സ്നേഹത്തോടെ ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പതിറ്റാണ്ടുകളായി കോട്ടയത്തിൻ്റെ മിടിപ്പറിഞ്ഞ് സമഗ്രതല സ്പർശിയായി ഈ നാടിൻ്റെ പുരോഗതിക്കായി ജനങ്ങൾക്കൊപ്പം കർമ്മമണ്ഡലങ്ങളിൽ നിറയുന്ന കോട്ടയത്തിൻ്റെ അഭിമാനം ബഹുമാന്യനായ കേരള സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവറുകളെ അപ്നാദേശിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ആദരവോടെ ക്ഷണിക്കുന്നു. തിരിതെളിച്ച് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷികളാകാം. ഈ മഹനീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന അഭിനന്ദനായ മാർ മാത്യു മൂലക്കാട്ടിൽ പിതാവേ, സ്വാഗതം ആശംസ ബഹുമാന്യനായ റവറൻഡ് ഫാദർ മാത്യു കുര്യത്തറ, അഭിനന്ദനായ ഗീവറീസ് മാർ അപ്രയം പിതാവേ, ബഹുമാന്യനായ റവറൻഡ് ഫാദർ കുര്യന്തടത്തിൽ, റവറൻഡ് ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, ശ്രീ ബാബു പറമ്പടത്ത് മലയിൽ, ശ്രീ ജോണീസ് പി സ്റ്റീഫൻ, ശ്രീ PC കുര്യാക്കോസ്, സദസ്സിലുള്ള ബഹുമാന്യരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരീ സഹോദരന്മാരെ,
വളരെ അഭിമാനകരവും അതിലേറെ ആഹ്ലാദകരവുമായ ഒരു ചടങ്ങാണ്. അപ്പനാദേശ് എന്ന മഹത്തായ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി എന്ന് പറയുമ്പോൾ 75 വർഷക്കാലം ഈ മാധ്യമം നിർവഹിച്ച വലിയ ദൗത്യം പൊതുവിൽ അവലോകനം ചെയ്യേണ്ട സമയമാണ്. അതിൻ്റെ പേര് തന്നെ നമുക്ക് വളരെ അനുഗ്രഹീതമാണ്, അപ്പനാദേശ്. അപ്പന എന്നുള്ളത് ഹിന്ദി വാക്കാണ്, നമ്മളെല്ലാം മനസ്സിലാക്കണം, സ്വന്തം അല്ലേ? അപ്പോൾ അപ്പനാദേശ്, എൻ്റെ ദേശം എന്ന രൂപത്തിലേക്ക് അതിന് ടൈറ്റിൽ തന്നെ കൊടുക്കാൻ അന്ന് തീരുമാനിച്ചവരെ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദനാർഹമായ ഒരു തീരുമാനമാണ്. ആ പേരെന്നുകൂടി, ആ നാമകരണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ആദ്യമായി സൂചിപ്പിക്കുകയാണ്. ആ നാമം തന്നെ ലോകത്തെവിടെയുമുള്ള മലയാളികളെ സംബന്ധിച്ച്, വിശിഷ്യ ജ്ഞാനായക്കാരെ സംബന്ധിച്ച് അവർക്കിത് സ്വന്തം സമൂഹത്തിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ, സമയോചിതമായി സന്ദർഭോചിതമായി ആ വിഷയങ്ങൾ പ്രതികരിക്കാൻ എല്ലാമുള്ള അവസരമൊരുക്കുന്ന രൂപത്തിലാണ് അപ്പനാദേശിൻ്റെ പ്രസിദ്ധീകരണവും അത് ഇക്കാലം അത്രയും അവരുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അത് മുടക്കം കൂടാതെ കൃത്യമായി പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ ഞാൻ അതിൻ്റെ ആദ്യത്തെ പതിപ്പ് കണ്ടു. അതിൽ പൊതുപ്രാധാന്യമുള്ള വിഷയമാണ് ഫ്രണ്ട് പേജിൽ ആദ്യമായി വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് കൂടി, നമ്മുടെ സമുദായത്തിൻ്റെയും സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ അതിലേറ്റവും പ്രാധാന്യത്തോടു കൂടി വർത്തമാനകാല സാമൂഹ്യ പ്രശ്നങ്ങളെ കൂടി ചർച്ച ചെയ്യാൻ തയ്യാറാവുന്ന രൂപത്തിലേക്ക് അപ്പനാദേശ് തുടക്കമിട്ടിരുന്നു ആ ഘട്ടത്തിൽ തന്നെ എന്നുള്ളതാണ് ആദ്യത്തെ പതിപ്പിൽ ഫ്രണ്ട് പേജിൽ കാണുന്ന ഒരു ടൈറ്റിൽ. അപ്പോൾ ആ പ്രസിദ്ധീകരണത്തിനുള്ള പ്രാധാന്യമാണത്. സാമൂഹ്യ പ്രതിബദ്ധതയോടു കൂടിയുള്ള വീക്ഷണം അതിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം അത്തരത്തിൽ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ പ്രസിദ്ധീകരണങ്ങളായിരിപ്പോൾ ദീപിക തന്നെ മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ദീപിക തുടങ്ങാൻ ഇടവരുന്നൊരു സാഹചര്യം സംജാതമാക്കിയതിനും ചരിത്രമുണ്ട്. 1846 ചാവറ പിതാവ് തിരുവനന്തപുരത്ത് പോയി സ്വാതി തിരുനാളിനെ കണ്ട് അനുമതി വാങ്ങി അവിടെ കൊണ്ടുവന്ന പ്രസ് ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത. അപ്പോൾ അതിവിടെ തുടങ്ങാൻ ഇവിടുത്തെ 1821 ബെഞ്ചമിൻ ബെയിൽ കൊണ്ടുവന്ന പ്രസ് കാണാൻ പോലും അച്ഛനെ അനുവദിച്ചിരുന്നില്ല. ആ സമയത്താണ് തിരുവനന്തപുരത്ത് പോയി സ്വാതി തിരുനാളിനെ കണ്ട് സ്വാതി തിരുനാളിൻ്റെ അനുമതിയോടുകൂടി ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പ്രസ് കണ്ട് വാഴപ്പിണ്ടിയിൽ അച്ചുകൂടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് അവസരമുണ്ടാക്കി അതിൻ്റെ ഫോട്ടോ എടുത്ത് മുട്ടിയറക്കാരൻ ഒരു ആശാരിയും കൂട്ടി അക്ഷരങ്ങൾ കൊത്തിയെടുത്ത് 1846 മാന്നാനത്ത് പ്രസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചാവറയച്ചൻ. ആ പ്രസ്സിൽ നിന്നാണ് നിധിയിരിക്കൽ മാണിക്കത്തനാർ ദീപി എന്ന ദിനപത്രം ആരംഭിക്കുന്നതിന് വേണ്ടി തുടക്കം കുറിച്ചത്. അതിന്നും നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ പത്രമുത്തശ്ശി എന്ന രൂപത്തിൽ തന്നെ നിലകൊള്ളുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്നതുപോലെ തന്നെ ഇവിടെയും ഒരു ചരിത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് അതിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത് നോക്കിയപ്പോൾ. ഏതായിരുന്നാലും ശരി, വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ മീഡിയ എടുക്കുമ്പോൾ പ്രിൻ്റ് മീഡിയയും വിഷ്വൽ മീഡിയയും സോഷ്യൽ മീഡിയയും നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ പ്രിൻ്റ് മീഡിയ ഇന്ന് ഒരുപക്ഷെ യൗവനങ്ങളിൽ പല രൂപത്തിൽ വായനകൾ കുറഞ്ഞു വരികയാണ്. അവർ പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ ഒന്നുകിൽ അവർ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ട്വിറ്ററിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നൊരു പൊതു ട്രെൻഡാണ് വിദ്യാർത്ഥി യുവജനങ്ങളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വായനയുടെ മറ്റൊരു രൂപം. അതേപോലെ തന്നെ വായിക്കാൻ മെനക്കെടാതെ പലതും സോഷ്യൽ മീഡിയയിൽ കൂടി ആശയം കൈകാര്യം ചെയ്തു പോകുന്നൊരു ശൈലി ആധുനിക സമൂഹത്തിൽ യൗവനങ്ങളിൽ കണ്ടുവരുന്ന ഒരു പൊതു ട്രെൻഡാണ്. അതുകൊണ്ടാണ് പ്രിൻ്റ് മീഡിയയുടെ ഇന്ന് പല രൂപത്തിൻ്റെയും പത്രത്തിൻ്റെ നമ്പറുകൾ കുറഞ്ഞ് വരുന്ന ഒരു സാഹചര്യവും പൊതുവിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ വാർത്താവിനിമയ രംഗങ്ങളിൽ നമുക്കിന്ന് അനുഭവപ്പെടുന്ന 3 തരത്തിലുള്ള നീക്കം, അതിൽ സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ പോകുമ്പോൾ, വിഷ്വൽ മീഡിയ ആണെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസിന് പ്രാധാന്യം നൽകി കോമ്പറ്റീഷൻ വരുമ്പോൾ പലതും യാഥാർത്ഥ്യബോധത്തോടുകൂടി അല്ലാത്ത സാഹചര്യം വരുന്നു. സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണം ധാരാളമായി വരുന്നു. ഇത് രണ്ടും വ്യത്യസ്തമാണ് പ്രിൻ്റ് മീഡിയ. പ്രിൻ്റ് മീഡിയയിൽ ഒരു കാര്യം എഴുതിയാൽ അത് എഴുതിയത് കൃത്യമായി എല്ലാ കാലത്തും നിലനിൽക്കുകയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ അത് സൂക്ഷിച്ചേ ചെയ്യുള്ളൂ. യാഥാർത്ഥ്യബോധത്തോടുകൂടിയാണ് ആ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് വിശകലനം ചെയ്ത് സമയോചിതമായി സന്ദർഭോചിതമായി സഭാംഗങ്ങളെയും സമൂഹത്തെ അറിയിക്കാനുള്ള ഏറ്റവും നല്ല വേദിയായി പ്രിൻ്റ് മീഡിയയിൽ അപ്പനാദേശ് അതിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നു എന്നതാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തുടർന്നും അതിൻ്റെ ആ ദൗത്യം അനുസ്യൂതം തുടരണം.
പ്ലാറ്റിനം ജൂബിലിയിലേക്ക് എത്തുന്നത് ഒരു പ്രസ്ഥാനത്തിന് ഒരു ചെറിയ കാലഘട്ടമല്ല. 75 വർഷം എന്ന് പറയുമ്പോൾ ഒരു വലിയ കാലയളവിൽ ഈ പ്രിന്റ് മീഡിയ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും, അതിൻ്റെ രചനാ വൈഭവത്തിലും, അതിൻ്റെ വാർത്തകളുടെ ഉള്ളടക്കത്തിലും, ഒപ്പം അതിൻ്റെ പൊതുവീക്ഷണത്തിലും കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്യാൻ വേണ്ടി സമൂഹത്തിന് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുമെല്ലാം നിർവഹിച്ച അതിൻ്റെ വലിയ ദൗത്യം വിജയകരമായിരുന്നു എന്നതുകൊണ്ടാണ് 75-ാം വർഷത്തിലേക്ക് അത് എത്തിച്ചേരുന്നത്. അങ്ങനെ 75-ാം വാർഷികത്തിലേക്ക് നടക്കുന്ന നമ്മുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന അപ്നാദേശിന് വലിയ രൂപത്തിലുള്ള സംഭാവനകൾ വലിയ രൂപത്തിൽ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിലും നമ്മുടെ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും എല്ലാം വലിയ രൂപത്തിലുള്ള അവശേഷിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ സമയോചിതമായി അവതരിപ്പിച്ച് ഇതിൻ്റെ വായനക്കാരുടെ മുമ്പിൽ അതിൻ്റെ ചുമതലകൾ കൃത്യമായി നിർവഹിച്ച് ഭാവിയിലും അത് മുന്നേറി അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ എല്ലാവർക്കും കടന്നു വരാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്നാദേശിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ, ഏറെ നന്ദി ശ്രീ VN വാസവൻ അവർകൾ. ഇപ്പോൾ അപ്നാദേശിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ചുള്ള ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. സീക്രട്ട് ആർട്ടിലും ഐക്കണോഗ്രാഫിയിലും അവഗാഹമുള്ള പണ്ഡിതൻ ഗീവർഗീസ് മാർ അപ്രേം പിതാവ് കോട്ടയം അതിരൂപതയുടെ സഹായമെത്രാൻ ആണ് ഈ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. അഭിവന്ദ്യ പിതാവിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിശിഷ്ട വ്യക്തികളെ, ഒരു വാക്ക് ഈ ലോഗോ 75 വർഷം അപ്നാദേശ് തികയുന്നതിൻ്റെ ലോഗോ 75 എന്നിവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. വളരെ വിജയകരമായി പത്രധർമ്മം ജ്ഞാനായ സമുദായത്തിൻ്റെയും സഭയുടെയും പൊതുസമൂഹത്തിൻ്റെയും സത്യങ്ങളെ വിളിച്ചു പറയുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിൻ്റെ സൂചനയാണ് 75 വർഷം പിന്നിടുന്ന അപ്നാദേശ്. നമുക്കറിയാം, അപ്നാദേശ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ കേരവൃക്ഷമുണ്ട്. കേരളത്തെയും നമ്മുടെ ഭാരതത്തെയും സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, 1950 എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞു. നമ്മളുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കായിട്ട് മാറി. അപ്പോൾ ഈ അവസരത്തിൽ ആ മൂല്യങ്ങളെ, നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെതുമായിട്ടുള്ള മൂല്യങ്ങളെ അപ്നാദേശ് എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പത്രധർമ്മം നിർവഹിക്കുന്നത് എന്നുള്ള സൂചനയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. സർ CP-യുടെ കാലത്ത് പോലും ധീരമായി നിന്നുകൊണ്ട് വിമർശനം നടത്തിയതിൻ്റെ പേരിൽ പത്രം അടച്ച് ഇടുവാനായിട്ട് ഇടയായതും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. നമ്മളതെല്ലാം ഇവിടെ സൂചനയുണ്ട്. ജ്ഞാനായ സമുദായത്തിൻ്റെ ആ കുടിയേറ്റത്തിൻ്റെ സൂചനയായിട്ടുള്ള ഈ ഷിപ്പ്, കപ്പൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൂര്യനുണ്ട്. തീർച്ചയായിട്ടും അപ്നാദേശിൻ്റെ ചരിത്രത്തിലും പിന്നീടുള്ള ഭാവിയിലും വളരെ പ്രതീക്ഷയോടെ സജീവമായി അപ്നാദേശ് മുന്നേറും എന്നുള്ള സൂചനയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഈ ലോഗോ ഇവിടെ നമ്മുടെ മുൻപിൽ ഉണ്ട്.
തീർച്ചയായിട്ടും ഇതിനനുസരിച്ച് ഈ വർഷത്തെ കർമ്മപരിപാടികളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ലിവ് ആൻഡ് ലെറ്റ് ലിവ്, ജീവിക്കുവാൻ അനുവദിക്കുക എന്നുള്ള മോട്ടോയാണ് അപ്പനാദേശിൻ്റെ. നമുക്കറിയാം ഈ മോട്ടോ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നതാണ്. ടോളറൻസ്, സഹിഷ്ണുതയുടെ, എല്ലാവരും ജീവിക്കുവാൻ അനുവദിക്കുക. നമുക്കും ജീവിക്കണം, എനിക്കും ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം. ആ ഒരു വലിയ മോട്ടോയുടെ വലിയ പ്രകാശനമാണ് ഈ ലോഗോ. എല്ലാ ഭാവങ്ങളും അപ്പനാദേശിന്, ചീഫ് എഡിറ്റർക്കും, ഏവർക്കും, കുടുംബത്തിനും, അപ്പനാദേശ് കുടുംബത്തിനും നേർന്നുകൊണ്ട് വാക്കളിച്ചിരിക്കുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ദീപനാളം പത്രത്തിൻ്റെ പാലാ രൂപതയിൽ നിന്നുള്ള ദീപനാളം പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ കൂടിയായ റവറൻഡ് ഫാദർ കുര്യൻ തടത്തിലാണ്. KCSL-ൻ്റെ സംസ്ഥാന ഡയറക്ടർ കൂടിയായ അദ്ദേഹത്തെ മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. അധ്യക്ഷ പദം അലങ്കരിക്കുന്ന അഭിവന്ദ്യനായ മാത്യു മൂലക്കാട്ട് പിതാവെ, ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ VN വാസവൻ അവറുകളെ, ഗിവർഗീസ് മാർ എപ്രേം പിതാവെ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട മാത്യു കുര്യത്തറേച്ച, ശ്രീ ബാബു, ശ്രീ ജോണീസ്, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സഹൃദയരെ, എഴുത്തുകാരെ, വായനക്കാരെയും എല്ലാവർക്കും വന്ദനം. അപ്പനാദേശിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ ഇവിടെ ഈ സ്വരങ്ങളിലൂടെയെല്ലാം, ഈ സംസാരിച്ചവരിൽ നിന്നെല്ലാം നമ്മൾ കേട്ട ഒറ്റക്കാര്യം, ഇത് നമ്മുടെ സ്വന്തം പത്രമാണ് എന്നുള്ളതാണ്. ഇത് നമ്മുടെ സ്വരമാണ്. അപ്പനാദേശ് നമ്മുടെ നാടാണ്, ഞങ്ങളുടെ നാടാണ്. ഇവിടെ ആദ്യം മീഡിയയിൽ നമ്മൾ കണ്ടു ഞങ്ങൾ, എനിക്കൊന്നൊരു എഡിറ്റോറിയലിൻ്റെ ശീർഷകമാണെന്ന് തോന്നുന്നു, ഞങ്ങൾ. ഇവിടെ ഇപ്പം പിതാവ് പറയുകയുണ്ടായി, ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഈ സമവാക്യങ്ങളെല്ലാം, ഈ ആദർശങ്ങളെല്ലാം വലിയൊരു സാഹോദര്യത്തിൻ്റെ ചരടിൽ നമ്മളെ കോർത്തിണക്കുകയാണ്. നമ്മൾ രണ്ടല്ല, ഒന്നാണ്. ക്നാനായ സമൂഹത്തെക്കുറിച്ച് എല്ലാവർക്കും ഇത് മാത്രമേ പറയാനുള്ളൂ. അപ്പനാദേശിനെ കുറിച്ചൊന്നല്ല, ക്നാനായ സമുദായത്തെക്കുറിച്ച്. ഒന്നാണ്, ഒരുമയാണ്, ഐക്യവും സാഹോദര്യവും ഒക്കെ കണ്ടുപഠിക്കാൻ ക്നാനായക്കാരെ നോക്കണം എന്നൊക്കെ പറയുന്ന കാലം കൂടിയാണിത്. അപ്പം അതിന് ഈ അപ്പനാദേശ്, ഈ പത്രം ഒരു വലിയ ചുമതല വഹിച്ചു എന്നുള്ളത് ഈ കഴിഞ്ഞ 75 വർഷമല്ല, അതിനും പിന്നാമ്പുറങ്ങളിൽ ഒരുപാട് പഴക്കമാണ്. ദശാബ്ദങ്ങളുടെ പഴക്കമുള്ള ഈ പത്രം ഈ ഐക്യത്തിൻ്റെ ഒരു ചരടിൽ കോർത്തിണക്കാൻ, എല്ലാവരെയും കൂട്ടിയിണക്കാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ വർത്തമാനമല്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പത്രത്തെ നയിച്ചവരായ എല്ലാവരെയും നമ്മൾ ഈ സമയം വലിയ ആദരവോടുകൂടി, വലിയ നന്ദിയോടുകൂടി, കാരണം അതൊരു സമർപ്പണമാണ്. ഞാനൊരു പത്രപ്രവർത്തകനായതുകൊണ്ട് എനിക്കറിയാം, വലിയൊരു സമർപ്പണമാണ്. രാപകലുകൾ ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെടുകയാണ്, രാത്രികൾ ചിലപ്പോൾ നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനു വേണ്ടി അത്യധ്വാനം ചെയ്ത എല്ലാ ചീഫ് എഡിറ്റർമാർ, എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ, നമുക്ക് എല്ലാവർക്കും കൂടി സാധിക്കും, എല്ലാവർക്കും കൂടി ഇന്ന് കൈയടിച്ച് ഒരു നന്ദി പറയാം. പത്രപ്രവർത്തന രംഗത്ത് വാസ്തവത്തിൽ നമ്മൾ ചെയ്ത സംഭാവനകൾ, ക്രൈസ്തവ സമൂഹം ചെയ്ത സംഭാവനകൾ, അതിൽ കത്തോലിക്കരും അകത്തോലിക്കരും എല്ലാ വിഭാഗവും ചെയ്ത സംഭാവനകൾ, അതിൻ്റെ വലിയൊരു ചരിത്രം നമുക്ക് പറയാനുണ്ട്.
ഇവിടെ വാസവൻ സാറ് ചെറുതായിട്ടൊക്കെ സൂചിപ്പിച്ചു, പ്രത്യേകിച്ച് ചാവറയച്ചനെയൊക്കെ ചുറ്റിപ്പറ്റി അദ്ദേഹം നമ്മുടെ വേദികളിൽ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. ചാവറയച്ചനെ നവോത്ഥാന നായകരുടെ നിരയിൽ നമ്മൾ ഈ അടുത്ത കാലത്തെങ്കിലും എല്ലാ വേദികളിലുമൊക്കെ പറയപ്പെടുന്നു, അല്ലെങ്കിൽ എഴുത്തുകളിൽ അത് പരാമർശിക്കപ്പെടുന്നു എന്നൊക്കെയുള്ളത് വലിയൊരു സന്തോഷമാണ്, വലിയൊരു അഭിമാനമാണ്. ഒരുപാട് കാലം അദ്ദേഹം പിന്തള്ളപ്പെട്ടു പോയ ഒരാളാണ്, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചത്, നമ്മുടെ ക്രൈസ്തവ സമൂഹം ഈ പത്രമാധ്യമ രംഗത്ത് വളരെ നിർണായകമായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. കേരളത്തില്, പ്രത്യേകിച്ച് കേരളത്തില് 1864 ഡോക്ടർ ഹെർമൻ ഗുഡത്ത് തലശ്ശേരിയില് ഇല്ലിക്കുന്ന് എന്ന പ്രദേശത്ത് വന്ന് താമസിച്ച് ഒരു കല്ലച്ച് സ്ഥാപിച്ച് അവിടെയാണ് ആദ്യത്തെ പത്രം രാജ്യ സമാചാരം 1846 ജൂണിലാണ് അത് പുറത്തിറങ്ങുന്നത്. അതേ വർഷം ഒക്ടോബറിൽ പശ്ചിമോദയം രണ്ടാമത്തെ പത്രമായിട്ട് അവിടെ നിന്ന് തന്നെ അതേ പ്രസിൽ നിന്ന്, ആ കല്ലച്ചിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. 1848 കോട്ടയത്തുള്ള CMS പ്രസിൽ നിന്ന് ബെയ്ലി സായിപ്പിന്റെ, ബെഞ്ചമിൻ ബെയ്ലി സായിപ്പിന്റെ ആയിട്ട് ജ്ഞാനനിക്ഷേപം എന്ന പത്രം മൂന്നാമത്തെ പത്രമായിട്ട് പുറത്തിറങ്ങുന്നത്. 1876 സത്യനാഥ കാഹളം എന്ന പേരില് കൂനമ്മാവിൽ നിന്ന് കർമ്മലീത്ത വൈദികർ, നമ്മുടെ CMI അച്ഛന്മാര് അടുത്ത പത്രം പുറത്തിറങ്ങുന്നത്. പിന്നീട് നമുക്കറിയാം 1887 നസ്രാണി ദീപിക, പിന്നീട് ദീപിക. 1927 ദിനപത്രം എന്ന നിലയിൽ അത് വന്ന് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ പത്രപ്രവർത്തന രംഗത്ത് നമുക്ക് വലിയൊരു കൈവപ്പുണ്ട്, വലിയൊരു ചുവട് വെച്ചവരാണ് നമ്മൾ. അപ്പം അതിൻ്റെയൊക്കെ പിന്തുടർച്ചയായിട്ടാണ് നമ്മൾ നമ്മുടെ ഈ അപ്നാദേശിൻ്റെയൊക്കെ വളർച്ചയെ, ഭൂതപൂർവമായ വളർച്ചയെ, മുന്നേറ്റത്തെ, തൂലിക ചലിപ്പിക്കാനുള്ള ആവേശത്തെ ഒക്കെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇവിടെ പിതാവ് സൂചിപ്പിച്ചു, ജീവിക്കാൻ അനുവദിക്കുക. വാസ്തവത്തില് ഈ നമ്മൾ തൂലിക ചലിപ്പിക്കുക അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്തുക എന്നൊക്കെയുള്ളത് ഒരു വലിയ പ്രതിരോധമാണ്, ഒരു വലിയ പ്രതിപ്രവർത്തനം തന്നെയാണ്. നമുക്ക് ഈ ജനാധിപത്യ രാജ്യത്തില് ജീവിച്ചേ പറ്റൂ. ഈ മതേതര രാജ്യത്തില് നമുക്ക് നിർഭയം ജീവിച്ചേ പറ്റൂ. ഏറ്റവും കൂടുതൽ നമ്മൾ വെറുക്കേണ്ട ഒരു കാര്യമാണ് അടിമത്തം എന്നുള്ളത്. നിർഭാഗ്യവശാൽ അടിമ വ്യവസ്ഥിതി, അത് തന്നെ പറയണം, അടിമ വ്യവസ്ഥിതി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ഓരോ വർഷവും നമ്മൾ കെങ്കേമമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അടിമത്തം ഇവിടെ പുലരുകയാണ്. അപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ, സത്യത്തിന്റെ ശബ്ദമാവാൻ നമുക്ക് മാധ്യമം വേണം. നിർഭയം ശരി വിളിച്ചു പറയാൻ, നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ മാധ്യമങ്ങൾ ഉണ്ടായേ പറ്റൂ. വാസ്തവത്തിൽ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ വിഷ്വൽ മീഡിയ ഒക്കെ വളരെ സജീവമാണ്, സോഷ്യൽ മീഡിയ സജീവമാണ്. പെട്ടെന്ന് വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുകയും വാസ്തവത്തിൽ മാധ്യമങ്ങൾ കാണിക്കുന്ന ജാഗ്രത, ആ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കാഴ്ചകളിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക് ഓടിയെത്തുന്നു. മാധ്യമങ്ങളെ ഇന്നിപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നൊരു മാധ്യമ തലത്തിലേക്ക് ഈ ദൃശ്യ വിസ്മയങ്ങളൊക്കെ വന്നു എന്നേ ഉള്ളൂ.
പക്ഷേ നമ്മൾ സത്യത്തിൻ്റെ ചുവട് പിടിച്ച് മുന്നോട്ട് പോവാൻ നന്മയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടി ഈ മാധ്യമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, മാധ്യമങ്ങളെ കുച്ചുവിലങ്ങട ഇടാനായിട്ട് ആർക്കും പറ്റില്ല. അതുകൊണ്ട് നാലാമത്തെ അല്ലേ ആ ഒരു സ്ഥാനമൊക്കെ സ്ഥാനമഹിമയൊക്കെ കൊടുത്തിരിക്കുന്നതാണ്, നാലാമത്തെ തൂണാണ്. അങ്ങനെ ഈയിടയ്ക്ക് ഹൈക്കോടതി മാധ്യമ സ്വാതന്ത്ര്യത്തെ പുകഴ്ത്തി വാഴ്ത്തി പറയുകയുണ്ടായി. അപ്പം അതുകൊണ്ട് ഈ അപ്നാദേശ് ഒരു കാലത്ത് നിർത്തലാക്കപ്പെട്ടു. എന്തിനാ നിർത്തലാക്കപ്പെട്ട്? സത്യം വിളിച്ചു പറഞ്ഞതിനാണ്. നമ്മളെ കുച്ചുവിലങ്ങിടാൻ SRCP നടത്തിയ അന്യായമായ കയ്യേറ്റത്തിനെതിരെയാണ് ശബ്ദം മുഴക്കിയത്. പത്രം, നമ്മുടെ ഈ ഒരു വ്യക്തി അറസ്റ്റ് വരിക്കുന്നത് പോലെ തന്നെ പത്രം അറസ്റ്റ് വരിക്കപ്പെട്ടു, വിലക്ക് കൽപ്പിച്ചു, നിർത്തലാക്കപ്പെട്ടു തുറവിയോടെ. അതുകൊണ്ട് നേരോടെ നിർഭയം നമുക്ക് ഇവിടെ ജീവിക്കണം. ഈ പത്രം ഉയർത്തിപ്പിടിച്ച് ആദർശവാക്യം എത്രയോ ശ്രേഷ്ഠമാണ്. ജീവിക്കാൻ അനുവദിക്കുക. അതെ, മറ്റെല്ലാ വിഭാഗം ആളുകൾക്കും ഇവിടെ ജീവിക്കണം. ആരെയും കൂച്ചു വിലകിടാൻ മുതിരാൻ പാടില്ല. ഇവിടെ യജമാനം കളിക്കുക, യജമാനത്വം പെറാൻ വേണ്ടി കുറെ പേര് കിടന്ന് മത്സരിക്കുക. കുറെ പേര് ഇരകളാണ്. ആ വേട്ടക്കാരും ഇരകളും ഇന്നത്തെ ഒരു ഇതാണല്ലോ, വേട്ടക്കാര് ഇരകള്. അവകാശങ്ങളുള്ള ആ ബോധ്യത്തോടു കൂടി ജീവിക്കാനുള്ള സ്വസ്ഥതയും സമാധാനവും അന്തരീക്ഷവും നമ്മളെല്ലാം ഒരുക്കി കൊടുക്കണ്ടേ. അപ്പോൾ ആ ഒരു വലിയ കാഴ്ചപ്പാട് ഈ പത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നെ ഏറ്റവും ആകർഷിച്ച സംഗതി അതാണ് മാധ്യമ പ്രവർത്തനം. ജീവിക്കാൻ അനുവദിക്കുക. ആ ഒരു നിലയിൽ ഈ അപ്നാദേശ് നൽകി വരുന്ന സംഭാവനകളെ ഇനിയും കൂടുതൽ കരുത്തോടുകൂടി, പ്രത്യേകിച്ച് ഈ ജനാധിപത്യ ബോധം, പൗരബോധം, ഈ മതനിരപേക്ഷതയുടെ ആ ചിന്തകൾ ഒക്കെ ശക്തിപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്നാദേശ് പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അത് നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ധാരാളം പേര് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛ. അപ്നാദേശിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സബ്സ്ക്രിപ്ഷൻ ഡ്രൈവ് പദ്ധതി നടപ്പിലാക്കുന്നു. ആയുഷ്കാല വരിക്കാരനാകാനുള്ള ശ്രീ CK പാപ്പച്ചൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാത്യു കുര്യത്തുറ അച്ഛനെ, ബഹുമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും തോമസ് ചാഴികാടൻ അവരുടെയും സ്വാഗതം ചെയ്യുന്നതിനായി ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. സ്നേഹിതരെ, നമ്മുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോട്ടയത്തിൻ്റെ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ പ്രിയങ്കരനായ MLA-യുമാണ്. കോട്ടയത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ വളരെയധികം വികസിച്ചത് അദ്ദേഹം കോട്ടയത്തിൻ്റെ മന്ത്രിയായിരുന്നപ്പോഴും കോട്ടയത്തിൻ്റെ MLA ആയിരുന്നപ്പോഴുമാണ് എന്ന് എൻ്റെ നാട്ടിലെ വികസനം നോക്കി മനസ്സിലാക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാൻ പറ്റും. കിഴക്കേ നെട്ടാശ്ശേരിയിൽ ഞങ്ങൾ കോട്ടയത്തിന് വളരെ അടുത്തുള്ള സ്ഥലമാണെങ്കിലും മാപ്പിലുണ്ടായിരുന്ന സ്ഥലമല്ലെന്നാണ് എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്നത്. കാരണം അങ്ങോട്ട് പോകാനും എത്തപ്പെടാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു. വട്ടമൂട് പാലം വന്നത് തന്നെ സാറിൻ്റെ ഒരു പ്രത്യേക താല്പര്യം കൊണ്ടാണ്. അതോടുകൂടി ഞങ്ങളുടെ നാടിൻ്റെ മുഖച്ഛായ മാറി. സാറിനെ പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വന്തം MLA ആയിരുന്ന ബഹുമാനപ്പെട്ട ടോമി ചാഴികാടൻ സാറ് നാഗമ്പടം വരെ വന്നെന്നോട് ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. ഇവിടെ കണ്ടില്ല, ഞാൻ നോക്കിയിട്ട് എൻ്റെ കണ്ണ് അങ്ങോട്ടാണ് പോയത്, ഇങ്ങോട്ട് പോയില്ല. അപ്പം അതുകൊണ്ട്
ടോമി ചേട്ടൻ നമ്മുടെ അങ്കമാലി ഒരു പ്രോഗ്രാമിന് പോയിട്ട് വന്നതാണ്. എന്നോടേക്കും പല പ്രാവശ്യം എന്നെ വിളിച്ചു, മോനിപ്പള്ളി വെച്ച് വിളിച്ചു, അങ്കമാലി വെച്ച് വിളിച്ചു, വള്ള ബ്ലോക്കിലാണെന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ അടുത്ത സഹകാരിയും അഭ്യുദയകാംക്ഷിയുമാണ് അപ്പനാദാസിൻ്റെ. അദ്ദേഹം നമുക്കറിയാം കോട്ടയത്തിൻ്റെ MP ആയിരുന്നപ്പോൾ ചെയ്ത പല കാര്യങ്ങളുമാണ്. ഈ 2-3 ദിവസം മുന്നേ കോട്ടയത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന മാറ്റങ്ങൾ, ഉദ്ഘാടിച്ച മാറ്റങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ MP അല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ എണ്ണപ്പെടുകയില്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അതറിയാവുന്നവർക്കറിയാം അദ്ദേഹം ചെയ്ത സേവനങ്ങൾ. അപ്പനാദാസിൻ്റെ അഭ്യുദയാംക്ഷിയായ അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോട്ടയത്തിൻ്റെ പ്രിയ MLA, ഒരു കൂട്ടുകാരനെ പോലെ നമ്മുടെ ഒപ്പമുള്ള സ്നേഹിതൻ, ഏറെ ബഹുമാനത്തോടെ തിരുവഞ്ചൂർ രാധാകരൻ സാറിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിലെ അധ്യക്ഷൻ അഭിയന്തിനായ മാർ മാത്യു മൂലക്കാട്ട് പിതാവ്, സമ്മേളനത്തിൽ ലോകപ്രകാശനം നിർവഹിച്ച ഗീവർഗീസ് മാർ അപ്രയും പിതാവ്, സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച റവറൻഡ് ഫാദർ മാത്യു കുര്യൻ അവർ, ഇപ്പോൾ സംസാരിച്ച മുഖ്യപ്രഭാഷണം നിർവഹിച്ച റവറൻഡ് ഫാദർ കുര്യൻ തടത്തിലവർ, നമ്മുടെ സ്നേഹനിധിയായ മുൻ MP ശ്രീ തോമസ് ചാഴികാടൻ അവർ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബാബു പറമ്പടത്ത് മലയിൽ ശ്രീ ജോണീസ് P. സ്റ്റീഫൻ, പ്രിയമുള്ള മാത്യു കുരിത്തറയച്ചൻ, ശ്രീ PC കുര്യാക്കോസ്, ഈ സദസ്സിലുള്ള സംപൂജ്യരായ ആക്കപ്പറമ്പല അച്ഛനടക്കം സംപൂജ്യരായ വൈദിക ശ്രേഷ്ഠർ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, അപ്പനാദാസിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ അപ്പനാദാസിൻ്റെ ഒരു വായനക്കാരനായിരുന്നു. അപ്പനാദാസിൻ്റെ വായനക്കാരനാകാനുള്ള കാരണം 1957, 58, 59 ഞാൻ വളരെ കൊച്ചുകുട്ടിയാണ്. ആ കാലഘട്ടത്തിൽ കിട്ടുമായിരുന്ന ഏറ്റവും വൈബ്രൻ്റായിട്ടുള്ള പബ്ലിക്കേഷൻ എന്നുള്ള നിലയിൽ ഞാൻ അപ്പനാദാസിൻ്റെ വായനക്കാരായിരുന്നു. എൻ്റെ വീട്ടിലും എൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലുമൊക്കെ അന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് മറ്റേത് മാധ്യമങ്ങളിൽ വരുന്നതിനേക്കാൾ കൂടുതൽ വിശകലനത്തോടു കൂടി വന്നിട്ടുള്ളത് അപ്പനാദാസിലാണ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇതിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന വായനക്കാരിൽ ഒരാൾ ഞാനായി മാറും എന്നുള്ളതാണ്. ഞാനത് ഓർക്കുകയാണ്. അപ്പനാദാസിൻ്റെ പ്രത്യേകത എന്താ? സത്യം തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കുകയില്ല. ആ സത്യം ജനങ്ങളുടെ ഹൃദയത്തിൽ വളരെ രൂക്ഷമായി ഉള്ള കാര്യങ്ങളാണ്. പലപ്പോഴും അപ്രിയ സത്യങ്ങൾ പറയുന്നതിന് വേണ്ടി മടിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പനാദാസ് കൺവിക്ഷനോടുകൂടി ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മധ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സമൂഹത്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ അതിശക്തിയോടുകൂടി പറയണമെങ്കിൽ അതിൻ്റെ ഒരു ധാർമ്മികമായ ഔന്നത്യം വേണം. ആ ധാർമ്മിക ഔന്നത്യം അപ്പനാദാസിൽ പഴയ ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഈ കാലഘട്ടത്തിൽ ഞാൻ പിതാവ് ഇവിടെ പറഞ്ഞ അപ്രപിതാവ് പറഞ്ഞ ഒരു വാക്കിനോട് ഞാൻ ചേർന്ന് നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ജീവിക്കേണ്ടത് നമ്മളുടെ പൗരാവകാശമാണ്. ജീവിക്കാനുള്ള അവകാശം തന്നിട്ടുള്ള ഭരണഘടന ഇവിടെയുണ്ട്. നമ്മളുടെ വിശ്വാസം വെച്ച് പുലർത്താൻ, നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ, നിയമവിരുദ്ധമല്ലാത്ത ഏത് നടപടികളും എടുക്കുവാൻ ഒക്കെ ഈ ഭരണഘടന നമുക്ക് എല്ലാ അവകാശവും തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് ആരോടെങ്കിലും അപേക്ഷിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. കാരണം ജീവിക്കുക എന്നുള്ളത് നമ്മുടെ മൗലിക അവകാശത്തിൽപ്പെട്ടത് തന്നെയാണ്. അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യമല്ല. ചില ആളുകൾ ജീവിക്കുന്നതിന് വേണ്ടി മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. ജീവിപ്പിക്കുന്നതിന് വേണ്ടി അവർ തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ്.
ആ തടസ്സങ്ങൾ നമ്മളുടെ ഈ സമൂഹത്തിൽ പലയിടത്തും നമ്മൾ കാണുകയാണ്. പ്രത്യക്ഷത്തിലുണ്ടാകും, പരോക്ഷമായിട്ടുണ്ടാകും. ചെയ്യാൻ പറ്റും എന്ന് പറയുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുക, അങ്ങനെ ജനങ്ങളുടെ ജീവിക്കാനുള്ള പൗരാവകാശത്തെ ധ്വംസിക്കുകയും അതോടൊപ്പം ആ നീതി നിഷേധം നടത്തുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയായ കാര്യമില്ല. ആ അർത്ഥത്തിലാണ് പിതാവ് ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത് ശക്തിയോടുകൂടി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇപ്പം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പ്രസിദ്ധീകരണത്തിന് ഒരു രംഗത്താണ് നമ്മൾ നിൽക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ സമയമുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ചുരുക്കി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക വളർച്ചയിൽ സത്യം പറഞ്ഞാൽ ഈ സമൂഹത്തിൽ മിഷണറിമാർ ചെയ്തിട്ടുള്ള, അതോടൊപ്പം അപ്പനദേശിനെ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി ഈ സമൂഹത്തിന് കൈവിട്ടു പോയാൽ അവിടെ നമ്മൾ വഴിതെറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ആ എനർജി നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയണം. അതിനെതിരായിട്ടുള്ള തടസ്സങ്ങളെല്ലാം ഒഴിവാക്കാൻ കഴിയണം. അത് സ്നേഹത്തോടു കൂടി ഒഴിവാക്കിക്കുകയല്ലാതെ യുദ്ധം വെട്ടി വേണമെന്ന് ആരും പറയുന്നില്ല. സ്നേഹത്തോടു കൂടി അത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. ഒരു സമൂഹമായി നമുക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ പറ്റണം. ഇന്ത്യ രാജ്യത്ത് ആരുടെയും സ്വത്തായി ഭൂസ്വത്തായി നമുക്കിത് കൊടുക്കാൻ പറ്റുകയില്ല. മുഗൾ സാമ്രാജ്യം ഉണ്ടായിരുന്ന കാലത്തുള്ളതുപോലെയോ പ്രാദേശിക രാജാക്കന്മാർ ഭരണം നടത്തിയതുപോലെയോ ഉള്ള ഒരു രാജ്യത്തല്ല നമ്മൾ നിൽക്കുന്നത്. ഭരണഘടന എന്ന് പറയുന്ന സൂപ്പർ പവറിൻ്റെ കീഴിൽ നമ്മൾ എല്ലാവരും സമന്മാരായി മുന്നോട്ട് പോവുകയാണ്. അതിൽ നമ്മളെ സൈഡ് ലൈൻ ചെയ്യാൻ സമ്മതിച്ചുകൂടാ എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് സ്വാഭാവികമായും മാധ്യമങ്ങൾ സത്യസന്ധതയോടുകൂടി ഈ കാര്യങ്ങൾ ജനങ്ങളെ ഓർഗനൈസ് ചെയ്യുവാൻ, ജനങ്ങളുടെ ഒരു ചിന്താശക്തി ഉണ്ടാക്കുവാൻ, അവരുടെ ഒരു വിപ്ലവ ബോധത്തിൽ ഇതുകൂടി ഒരു ഭാഗമായി മാറ്റാൻ ഒക്കെ കഴിയണം. അപ്പനദേശിന് അത് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എല്ലാ വിധത്തിലുമുള്ള ഭാവുകങ്ങളും നേരുകയാണ്. സർക്കുലേഷൻ സംബന്ധിച്ച് നേരത്തെ നല്ല സർക്കുലേഷൻ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഞാൻ ആ ടൈം കൂടി ഓർമ്മിപ്പിച്ച് 57, 58, 59 നല്ല സർക്കുലേഷൻ ഉണ്ടായിരുന്ന കാലഘട്ടം ആയിരുന്നു. അന്ന് മറ്റു പലതിനും അത്രയും സർക്കുലേഷൻ ഇല്ലാത്ത കാലത്ത് പോലും നല്ല ഭംഗിയോടുകൂടി വന്നത് ആർക്കും മറക്കാൻ കഴിയില്ല. അപ്പനദേശിൽ വന്ന വാർത്തകൾ മറ്റു മാധ്യമങ്ങൾ എഡിറ്റോറിയലായിട്ട് എഴുതിയത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അപ്പനദേശിൽ വന്ന വാർത്തകൾ, ആ വാർത്തകളുടെ പ്രാധാന്യം ഒട്ടും ചോർന്നു പോകാതെ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള മാധ്യമങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉയർച്ചയുള്ള ഒരു രംഗത്ത് നിന്നുകൊണ്ട് ഒരു സംസ്കാരത്തിൻ്റെ പിന്തുടർച്ച അത് അവിതർക്കിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കലർപ്പില്ലാതെ ആ സംസ്കാരത്തെ ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ 100% നിലനിർത്തി പോകുന്നതിന് വേണ്ടി അപ്പനദേശിലെടുക്കുന്ന എല്ലാ നടപടികളിലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എല്ലാ അർത്ഥത്തിലും പങ്കുവെച്ചുകൊണ്ട് ഞാനിതിന് ഭാവുകങ്ങൾ നേർകൊണ്ട് വാക്കി ചുരുക്കുന്നു. നമസ്കാരം. താങ്ക് യു സാർ. കോട്ടയത്തിൻ്റെ പ്രിയങ്കരനായ മുൻ MP, കനാനായ സമുദായത്തിൻ്റെ അഭിമാനം ശ്രീ തോമസ് ചാഴികാടനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിനന്ദ മുല്ലക്കാട്ട് പിതാവേ, അഭിനന്ദനായ വർഗീസ്മാർ അപ്രേം പിതാവേ, ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ബഹുമാനായ അപ്പനാദേശിൻ്റെ ചീഫ് എഡിറ്റർ മാത്യു കുര്യത്തറച്ച, മീഡിയ കമ്മീഷൻ്റെ ചെയർമാൻ റവറൻഡ് ഫാദർ ജിസ്മോൻ മഠത്തിൽ, പ്രിയപ്പെട്ട KCCയുടെ പ്രസിഡന്റ് ബാബു പറമ്പുറത്തോലെ സാറ്, ശ്രീ KCYLൻ്റെ പ്രസിഡന്റ് ശ്രീ ജോണീസ് P. സ്റ്റീഫൻ, ന്യൂസ് എഡിറ്റർ ശ്രീ PC കുര്യാക്കോസ്, സദസ്സിൽ സന്നിധരായിരിക്കുന്ന ബഹുമാനരായ വൈദികരെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ആദ്യമായി താമസിച്ചു വന്നതിനൊരു ക്ഷമാപണം നടത്തുക. എങ്കിലും അച്ഛനിവിടെ സൂചിപ്പിച്ചതുപോലെ സമ്മേളനം കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഓടിയെത്തിയത്. അപ്രതീക്ഷിതമായി
അങ്കമാലി വരെ പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് താമസിച്ചത്. ഞാൻ അച്ഛനോട് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും താമസിച്ചു വന്നത് ശരിയായില്ല. അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല. 1918 മുതൽ അപ്പനാദേശിൻ്റെ അടിത്തറ പാകി തുടങ്ങി എന്ന് ഞാൻ കരുതുകയാണ്. അന്ന് അഭിമന്യ ചൂളപ്പറമ്പിൽ പിതാവ് ആഗ്രഹിച്ചതനുസരിച്ച് കോട്ടയം അതിരൂപതയ്ക്ക് സ്വന്തമായി ഒരു പ്രസിദ്ധീകരണം ഉണ്ടാവണം. അതിന് അൽമായ നേതൃത്വത്തിൻ്റെ സഹകരണത്തോടുകൂടി പ്രത്യേകിച്ച് ബഹുമാനായ അഡ്വക്കേറ്റ് ജോസഫ് മാളയിക്കലിൻ്റെയും ശ്രീ PC ഉദിപ്പിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണം ഇവിടെ പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട കുര്യനച്ഛനും അതുപോലെ തന്നെ തടത്തിലച്ഛനും അതുപോലെ തന്നെ ബഹുമാനായ തിരുവഞ്ചൂരും ആ പത്രസ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നിഹനിച്ചുകൊണ്ട് ഈ പ്രസിദ്ധീകരണം നിർത്തലാക്കുന്ന സാഹചര്യം, കോട്ടയം പത്രിക നിർത്തലാക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് 1950 ബഹുമാനപ്പെട്ട തറയിൽ പിതാവിൻ്റെ പ്രത്യേകമായ താല്പര്യത്തിൽ പുനരാരംഭിച്ച പത്രമാണ് യഥാർത്ഥത്തിൽ അപ്പനാദേശ്. ഈ അപ്പനാദേശ് ഇന്ന് ഏറ്റവും ആധുനികമായ രീതിയിൽ മീഡിയ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഓൺലൈൻ TV ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് വളർന്നപ്പോൾ അതിൻ്റെ മുൻകാല ചരിത്രം കൂടി നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഏതാണ്ട് സ്ഥിരമായി കോട്ടയത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് 50 വർഷത്തോളമായി. 70കളിലും 80കളിലും ഞാൻ കോട്ടയത്ത് പ്രത്യേകിച്ച് SH മോഡൽ, ഇന്ന് SH മോഡലിൽ നിന്നാണ് ഇത് പ്രിൻ്റ് ചെയ്ത് പുറത്തു വരുന്നത്. SH മോഡൽ താമസിക്കുന്ന അവസരത്തിൽ കാത്തലിക് മിഷൻ പ്രസ്സിൽ പ്രിൻ്റ് ചെയ്ത് ഒരു പരിധിവരെ പറഞ്ഞാൽ തലച്ചോമടായി SH മോഡൽ എത്തിച്ച് അവിടുത്തെ സെമിനാരിക്കാരെ കൊണ്ട് അത് റാപ്പ് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഇടിയിക്കുന്ന ഒരു ഘട്ടം. അന്ന് ഒരു ചീഫ് എഡിറ്ററും അദ്ദേഹത്തെ ചീഫ് എഡിറ്ററെ സഹായിക്കാൻ ഒരു ബ്രദറും അല്ലെങ്കിൽ ഒരു ഡീക്കന്, ഇവർ രണ്ടുപേരും മാത്രമുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളിലേക്ക് അഭിമന്യ മൂലക്കാട് പിതാവിൻ്റെ പ്രോത്സാഹനത്തിൽ എത്താൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായൊരു കാര്യമാണ്. തീർച്ചയായും ഈ പത്രം നാനായ സമുദായത്തിൻ്റെ നാട്ടിലും വിദേശത്തുമുള്ളവരെല്ലാവരും കാത്തിരിക്കുന്നൊരു പത്രമാണ്. അപ്പനാദേശ് വരാൻ നോക്കിയിരിക്കുക. അപ്പനാദേശിലെ ലേഖനങ്ങൾ മാത്രമല്ല, അതിൽ വരുന്ന മറ്റ് കാര്യങ്ങളെക്കുറിച്ചും വാർത്തകളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കുവാനും സമുദായ അംഗങ്ങളുടെ വിവരങ്ങൾ മനസ്സിലാക്കുവാനുമുള്ള ഒരു മാധ്യമമായി അപ്പനാദേശിനെ മാറ്റാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ്. 75 വർഷം വളരെ വേഗം കടന്നുപോയി എന്ന് തോന്നും. ആ 75 വർഷം പൂർത്തിയാക്കുന്ന അപ്പനാദേശ്, അതിനിന്ന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനായ കുര്യത്രയച്ഛൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വളരെ നല്ല നിലയിൽ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും അഭിമാനിക്കാം, സന്തോഷിക്കാം. ഈ ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, നന്മകളും നേരുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി KCC-യുടെ കനാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ബാബു പറമ്പടത്ത് മലയിലിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അഭിമന്യ പിതാക്കന്മാരെ,
ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, 75ാമത് ജന്മദിനം ആഘോഷിക്കുന്ന പ്ലാറ്റിനം ജൂബിലിയിൽ എത്തി നിൽക്കുന്ന അപ്പനാദേശിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട കുരിയത്രയച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാ സഹപ്രവർത്തകർക്കും പ്രത്യേകമായ ആശംസകൾ നേരുന്നു. ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പേരിലുള്ള പ്രത്യേക അഭിനന്ദനവും അറിയിക്കുന്നു. ലോക നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സാധാരണ പത്രപ്രവർത്തകർ പ്രവർത്തിക്കാറ്. എന്നാൽ അപ്പനാദേശ് ക്നാനായ സമുദായത്തിൻ്റെ നന്മയും വളർച്ചയും ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ പത്രവാർത്ത ഏതാണ്ട് കൽക്കട്ടയിൽ 1780കളിൽ ബംഗാൾ ഗസറ്റ് എന്ന പേരിലാണ് ഇറക്കിയത്. നമ്മളിവിടെ തുടക്കത്തിൽ വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിച്ചു. കോട്ടയം അതിരൂപതയിൽ 1920കളിൽ ഏതാണ്ട് കോട്ടയം മാസിക എന്ന പേരിൽ ചൂളപ്പറമ്പിൽ പിതാവിൻ്റെയും ഏതാനും സമുദായ സ്നേഹികളുടെയും നേതൃത്വത്തിൽ ഒരു വാരികയും മാസികയും, പിന്നീട് 1950കളിലാണ് ഈ അപ്പനാദേശിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചത്. തീർച്ചയായും നമ്മളൊക്കെ എല്ലാ ദിവസവും അതിരാവിലെ നമ്മുടെ വീട്ടുമുറ്റത്ത് വാർത്താപത്രങ്ങൾ എത്തുമ്പോൾ വളരെ സന്തോഷത്തോടും താല്പര്യത്തോടും കൂടിയാണ് അത് എടുക്കുകയും വായിക്കുകയും ചെയ്യുന്നത്. ഒരു ദിവസം പത്രം ലഭിച്ചില്ല എങ്കിൽ നമുക്ക് പലരിലും വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഇതുപോലെ ഈ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും അപ്പനാദേശ് തപാൽ മാർഗം നമ്മുടെ വീടുകളിൽ എത്തിയിരുന്നപ്പോൾ വലിയ താല്പര്യത്തോടും സന്തോഷത്തോടും കൂടിയാണ് ക്നാനായ സമുദായ അംഗങ്ങൾ ഈ അപ്പനാദേശിനെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം കോട്ടയം അതിരൂപതയിലെ വിവിധ മേഖലകളിലെ വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി അപ്പനാദേശിലൂടെ അറിയാൻ സാധിക്കുമായിരുന്നു. ചുരുക്കത്തിൽ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിജീവിക്കുന്ന ക്നാനായ സമുദായ അംഗങ്ങൾക്ക് കോട്ടയം അതിരൂപതയുമായി, അല്ലെങ്കിൽ ഈ അതിരൂപത അംഗങ്ങൾ തമ്മിൽ പരസ്പരം കോർത്തിണക്കി അതിരൂപതയുടെ ക്നാനായ സമുദായത്തിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും അപ്പനാദേശ് പരിശ്രമിക്കുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ്. തീർച്ചയായും ഈ അപ്പനാദേശിൻ്റെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്നാനായ സമുദായത്തിൻ്റെ വളർച്ചയിൽ ഒരു നെടുന്നൂടായി പ്രവർത്തിക്കാൻ അപ്പനാദേശ് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി KCYL പ്രസിഡന്റ് ശ്രീ ജോണീസ് പി സ്റ്റീഫനെ ക്ഷണിക്കുന്നു. അഭിവന്തി പിതാക്കന്മാരെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയമുള്ളവരെ, അപ്പനാദേശ് നമ്മുടെ പത്രത്തിൻ്റെ 75ാമത് പ്ലാറ്റിനം ജൂബിലി ഏറ്റവും പ്രൗഢഗംഭീരമായിട്ട് ഈ വേദിയിൽ ആഘോഷിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കാൻ സാധിക്കുന്നതിലെ സന്തോഷവും അതിലേറെ അഭിമാനവും ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. ക്നാനായ സമുദായത്തിനും കോട്ടയം അതിരൂപതയ്ക്കും വർത്തമാന കേരളത്തിനും കഴിഞ്ഞ 75 വർഷക്കാലം അപ്പനാദേശ് നൽകിയ സംഭാവനകളെ ഏറെ നന്ദിയോടും അതിലേറെ അഭിമാനത്തോടും കൂടി തന്നെ നമ്മളെല്ലാവരും ഈ അവസരങ്ങളിൽ ഓർക്കുകയാണ്. നമ്മുടെ ഈ കോട്ടയം അതിരൂപതയിലെ ഓരോ വീടുകളിലും ഈ പത്രം എത്തിച്ചേരുമ്പോൾ നമ്മുടെ സമുദായത്തിൽ നടക്കുന്ന വർത്തമാന കാര്യങ്ങളും നമ്മുടെ സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ക്നാനായ സമുദായത്തിലെ ആളുകളെ ഒരുമിച്ച് ചേർത്ത് മുൻപോട്ട് കൊണ്ടുപോകുന്നതിലും പത്രം വലിയ പങ്ക് വഹിച്ചു എന്നതിനോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിൽ വർത്തമാന കേരളത്തിൽ നമ്മൾ അറിയേണ്ട വിഷയങ്ങൾ വസ്തുതാപരമായിട്ട് ആളുകളുടെ മുൻപിലേക്ക് എത്തിക്കുകയും സത്യം പറയുവാനായിട്ട് ഒരിക്കലും മടി കാണിക്കുകയും ചെയ്യാതിരുന്ന ഒരു പത്രം എന്ന രീതിയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലെ സേവനങ്ങളെല്ലാം ഇവിടെ ഇരുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെല്ലാവരും തന്നെ അനുസ്മരിക്കുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ അപ്പനാദേശിന് നേതൃത്വം നൽകിയ എല്ലാ ഡയറക്ടർമാരെയും ഓർക്കുന്നു. ഇപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കുരിയത്തിലെ അച്ഛനെയും അപ്പനാദേശുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ ഓർക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഈ വൈകിയ വേളയിൽ ദീർഘമായ ഒരു പുസ്തകത്തിന് മുതിരുന്നില്ല. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. നന്ദി, നമസ്കാരം. അപ്പനാദേശിൻ്റെ ഓഫീസിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന കുറേ നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതരായ കുറേ ആളുകളുടെ മുഖങ്ങൾ ഉണ്ട്. പ്രിയപ്പെട്ട കുര്യത്രയച്ഛൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു നിര, അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടും നമ്മുടെ പ്രിയങ്കരനായ PC കുര്യാക്കോസ് അപ്പനാദേശിൻ്റെ ന്യൂസ് എഡിറ്റർ ഈ
പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ സംബന്ധിച്ച ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു, സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നമുക്കറിയാം, ഈ കോട്ടയം അതിരൂപതയുടെ ജ്ഞാനായ സമുദായത്തിൻ്റെ ഒരു മുഖപത്രമായി കഴിഞ്ഞ 104 വർഷമായി അപ്നാദേശ് അല്ലെങ്കിൽ കോട്ടയം പത്രിക, കോട്ടയം മാസിക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 1918 കോട്ടയത്ത് നമ്മുടെ സമുദായത്തിന് ഒരു പ്രസിദ്ധീകരണശാല വേണമെന്നുള്ള ആഗ്രഹത്താൽ അഭിവന്ദ്യ ചൂളപ്പറമ്പിൽ പിതാവ് മുൻകൈയെടുത്ത് അന്ന് നമ്മുടെ ഇടയ്ക്കാട്ട് ഫൊറോനയിലെ അംഗമായ PU ലൂക്കാസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രസ് നമ്മുടെ അരമനയിൽ സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മൾ പ്രസിദ്ധീകരണ രംഗത്തേക്ക് കടന്നു വന്നത്. ആ ജൈത്രയാത്ര കഴിഞ്ഞ 104 വർഷമായി യാതൊരു മുടക്കവും കൂടാതെ, ഇടയ്ക്ക് 13 വർഷം മുടക്കിയെങ്കിൽ അത് സർക്കാരിൻ്റെ നടപടിയെ തുടർന്ന് നമ്മൾ മുടങ്ങിപ്പോയതാണ്. ബാക്കി എല്ലാ വർഷവും എല്ലാ ആഴ്ചയിലും കൃത്യമായി മുടങ്ങാതെ നമ്മുടെ ഈ പത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഈ അവസരത്തിൽ 1950 അപ്നാദേശ് എന്നുള്ള നാമത്തിൽ ഈ പ്രസിദ്ധീകരണം നമ്മൾ ആരംഭിച്ചപ്പോൾ ആ ദേശസ്നേഹത്തിൻ്റെ ആ മായാത്ത മുദ്ര നമ്മുടെ സമുദായ അംഗങ്ങളിൽ ഉണ്ടാകുന്നതിനായി അന്ന് തോമസ് മാളിയേക്കൽ ഇട്ട പേരാണ് അപ്നാദേശ്. അഡ്വക്കേറ്റ് തോമസ് മാളിയേക്കൽ അന്ന് കോട്ടയത്തെ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു. കല്ലറയിൽ നിന്ന് ഇവിടെ വന്ന് കോട്ടയത്ത് താമസിച്ച് കോട്ടയത്തിൻ്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആ മഹത് വ്യക്തിയാണ് അപ്നാദേശ് എന്ന പേര് ഇതിനിട്ടത്. ആ പേരാണ് ഇന്ന് ആ പേരിട്ടതിനെ തുടർന്നാണ് 75 വർഷം പൂർത്തിയാകുകയാണ് നവംബർ 1. അപ്പോൾ അതേ തുടർന്നുള്ള പ്ലാറ്റിനം ജൂബിലിയാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ VN വാസവൻ അവറുകൾ, അദ്ദേഹം നമുക്കറിയാം കോട്ടയത്തിൻ്റെ ഒരു സ്പന്ദനം അറിഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായി തുറമുഖ ദേവസ്വം സഹകരണ വകുപ്പിൻ്റെ മന്ത്രിയായി നല്ല നിലയിൽ കേരള സർക്കാരിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയായി വളരെ തുടക്കം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അപ്നാദേശിൻ്റെ പേരിലും നിങ്ങളേവരുടെ പേരിലും ഈ യോഗത്തിലെത്തിയതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഭിവന്ദ്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവ്, നമുക്കറിയാം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പിതാവ്. അപ്നാദേശിൻ്റെ ഏത് കാര്യത്തിന് വേണ്ടിയും നമ്മൾ ഏത് പ്രൊമോഷന് വേണ്ടിയും ചെന്നാലും അതിനെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും നമ്മുടെ വളരെ അപ്നാദേശിനെ വളർത്തുന്നതിന് അതിൽ പുതിയ രീതിയിൽ നമ്മൾ ഓൺലൈനിലേക്ക് മാറിയപ്പോഴും അതിൻ്റെ പുതിയ ഡെവലപ്മെൻറ്റ്സിനും എല്ലാ മാർഗനിർദ്ദേശങ്ങളും നിന്ന് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അഭിവന്ദ്യ മാത്യു മൂലക്കാട്ട് പിതാവിന് അപ്നാദേശിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും പ്രത്യേകം നന്ദി പറയും. നമുക്കറിയാം ഗീവർഗീസ് മാർ അപ്രയം പിതാവ് ഒരു കലാകാരനാണ്. നമുക്കറിയാം അപ്നാദേശിൽ വളരെയധികം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കലാരംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അപ്നാദേശിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, കടുത്തുരുത്തി പള്ളിയെക്കുറിച്ച് അദ്ദേഹം ഒരു ദീർഘമായ ഒരു ലേഖനം, അതൊക്കെ വളരെയധികം അറിവും നമുക്ക് നൽകുന്നൊരു സംഭവം. അപ്പോൾ ആ രീതിയിൽ അപ്നാദേശിനെ വളരെയധികം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഗീവർഗീസ് മാർ അപ്രയം പിതാവിന് നിങ്ങളേവരുടെയും അപ്നാദേശിൻ്റെ പേരിലും പ്രത്യേകം നന്ദി. നമുക്കറിയാം മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ ഫാദർ കുര്യൻ തടത്തിൽ ദീപനാളത്തിൻ്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ വളരെ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ KCSLൻ്റെയും സംസ്ഥാന ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ക്രൈസ്തവ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആവശ്യകതയും ക്രൈസ്തവ മേഖലയിലെ വ്യക്തിത്വങ്ങൾ മാധ്യമ മേഖലയിൽ ചെയ്ത സേവനങ്ങളെ എല്ലാം അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും എല്ലാവരുടെയും പേരിലും അപ്നാദേശിൻ്റെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം അടുത്തത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA.
നമ്മുടെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ കോട്ടയത്തെ നമ്മുടെ എല്ലാ പരിപാടികളിലും സംബന്ധിക്കുകയും നമ്മളോട് സ്നേഹാശംസകൾ നേരുകയും അതുപോലെ തന്നെ അപ്നാദിസ്റ്റൻ്റെ ഒരു വായനക്കാരൻ എന്ന നിലയിൽ നമുക്കൊരു പുതിയ അറിവാണ് അദ്ദേഹം. അന്ന് അദ്ദേഹത്തിന് ദേശീയതയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് സാമൂഹിക വാർത്തകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എവിടെ അടിച്ചമർത്തപ്പെടൽ ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം തൂലിക ചലിപ്പിച്ച അന്നത്തെ ഒരു നിരയുണ്ടായിരുന്നു. അതേ തുടർന്നാണ് അപ്നാദേശ് ഒരു സാമൂഹിക പ്രവർത്തനമായി അന്ന് മാറിയത്. അതുകൊണ്ടൊക്കെയാണ് അതേപോലുള്ള വ്യക്തിത്വങ്ങൾക്ക് ഇതൊക്കെ വായിക്കാനിടയായതും അതേക്കുറിച്ച് അതിനെ സന്തോഷിക്കുകയും ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ട MLAക്ക് അപ്നാദേശിൻ്റെ പേരിലും എല്ലാവരുടെയും പേരിലും നന്ദി അർപ്പിക്കും. ശ്രീ തോമസ് ചാഴികാടൻ XMP നമുക്കറിയാം, നമ്മുടെ കുടുംബാംഗമാണ്. കോട്ടയത്തിൻ്റെ MPയും ഏറ്റുമാനൂരിൻ്റെ MLAയുമായി വളരെയധികം പ്രവർത്തിച്ചു. ആ നിലയിൽ അപ്നാദിഷിന് വേണ്ടിയും അപ്നാദിഷിൻ്റെ ഒരു സഹാരി എന്ന നിലയിലും നമ്മുടെ സമുദായ അംഗമെന്ന നിലയിലും അപ്നാദിഷിനെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട തോമസ് ചാഴികാടനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ KCC അതിരൂപത പ്രസിഡന്റ് ശ്രീ ബാബു പറമ്പുറത്തുമലയിൽ, KCYL അതിരൂപത പ്രസിഡന്റ് ജോണി സ്മിത്ത് സ്റ്റീഫൻ, അപ്നാദിഷ് ചീഫ് എഡിറ്റർ ഫാദർ മാത്യു കുര്യത്ര, എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടി ഈ നല്ല രീതിയിൽ ഇവിടെ ഓർഗനൈസ് ചെയ്യുവാൻ നമ്മളെ സഹായിച്ച ഫാദർ ജിസ്മോൻ മഠത്തിലിൻ്റെ നേതൃത്വത്തിലുള്ള മീഡിയ കമ്മീഷന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അപ്നാദിഷിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ, മുൻ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ, ഇപ്പോൾ നിലവിലുള്ള അംഗങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ അപ്നാദിഷിൻ്റെ മുൻ ജീവനക്കാർ, എഡിറ്റേഴ്സ്, അവരെല്ലാം നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ ഓഡിറ്റോറിയം ഇതുപോലെ ക്രമീകരിച്ച് തരുവാൻ നമ്മളെ സഹായിച്ച കോളേജിൻ്റെ ബെറസാർ ഫാദർ മിൽബൺ കളത്രയും കോളേജ് പ്രിൻസിപ്പളിനെയും എല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന